ജാക്കി ചാൻ കളരിപ്പയറ്റിനോട് വലിയ താല്പര്യമായിരുന്നു. അതിൽ ജാക്കി ചാനെ കൊണ്ട് ഒരു ചെറിയൊരു വാക്ക് മലയാളത്തിൽ പറയാനും കൂടി എനിക്ക് സാധിച്ചു. നിങ്ങൾ ആരാണ്? എന്തിന് ഇവിടെ വന്ന് ഞങ്ങളുടെ ആരാധനാലയം തകർത്തു? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? Yang guru everyday guru karim no kawan datang. Igerara dakaga gerunina. Ada badiadana. Shomikeno. ബ്രൂസ്ലി വന്നതിന് ശേഷമാണ് ശരിക്കും വേൾഡ് വൈഡ് കരാട്ടെ കുങ്ഫു എന്നൊക്കെ പറയുന്ന ഈ മാർഷൽ ആർട്സ് ശരിക്കും ഫേമസ് ആവുന്നത്. അതേപോലെ UFC വന്നതിന് ശേഷമാണ് MMA, ഈ ജുജിത്സു, മൊയ്ത്തായി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഫേമസ് ആവുന്നത്. വൈ വൺ ഷുഡ് ലേൺ കളരി? വാട്ട് ഈസ് ദ ഡിഫറൻസിയേഷൻ? ഈ ഒരു കളരിപ്പയറ്റ് പഠിച്ച ആളുകൾക്ക് ഏതിൻ്റെയും മുന്നിൽ നിൽക്കാൻ സാധിക്കും. കളരിപ്പയറ്റിലെ വെറും കൈ പ്രയോഗത്തിന്റെ ഒരു ഭാഗമാണ് മൂവത്തായിലുള്ള കാണുന്നതൊക്കെ. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെ ഷാരൂഖ് ഖാൻ, രൺവീർ സിംഗ്, ഷാഹിദ് കപൂർ ഇങ്ങനെ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആരായിരുന്നു ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്? രൺവീർ സിംഗിന്റെ ഒക്കെ ആ ഒരു ഡെഡിക്കേഷൻ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ ദുരന്തർ എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ലീസിൽ കണ്ട്. ഈ ഫിലിം ഫീൽഡ് മാറ്റി നിർത്തി കഴിഞ്ഞാലും ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ശരിക്കും സാറിനുണ്ട്. നമ്മൾ പുട്ടിന്റെ മുന്നിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ പുട്ടിൻ ആദ്യം പറഞ്ഞൊരു സാധനമാണ് എനിക്ക് കളരിപ്പയറ്റ് കാണണം. കാരണം പുട്ടിന്റെ മുമ്പിലൊന്നും ഒരാൾക്കും ഈ ആയുധം ഒന്നും ചെയ്യാൻ പറ്റില്ല. ടൈറ്റ് സെക്യൂരിറ്റിയാണ്. സാർ, എന്താണ് ഡിഫറൻസ് നോർമൽ നമ്മളെ ഇംഗ്ലീഷ് അലോപ്പതി രീതിയും ഈ മർമ്മ ചികിത്സയും തമ്മിൽ എന്താണ് ശരിക്കും ഡിഫറൻസ്? ഇപ്പൊ എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ പേര് CVN ഈ പേര് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് സാർ കളറിപ്പയറ്റിന്റെ ഒരു ഫ്യൂച്ചർ കാണുന്നത്? അവിടെ കുങ്ഫുവിന് നല്ല പ്രൊമോഷനാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രൊമോഷൻ. അവർ വേൾഡ് വൈഡ് ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ലോകം എവിടെ പോയാലും ചെറിയ കുങ്ഫു സെന്റേഴ്സ് ആണ്. നമുക്ക് കളരിപ്പയറ്റിന് ആ ഒരു പ്രൊമോഷൻ നമ്മൾ കേരളത്തിൽ ഇപ്പോഴും ഒതുങ്ങി നിൽക്കുകയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. ഒരു കയ്യിൽ ശത്രുവിനെ തളയ്ക്കാനുള്ള ആയുധം, മറുകൈയിൽ തളരുന്നവനെ താങ്ങാനുള്ള ഔഷധം. അതായിരുന്നു പഴയകാല പോരാളികൾ. 1804 ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടും നമ്മുടെ മണ്ണിൽ പടർന്നു പന്തലിച്ച ചുവടുകൾ കളരി. 1950 നമ്മുടെ നടക്കാവിലെ ചുവന്ന മണ്ണിൽ ആ ഒരു കളരി സ്ഥാപിച്ച ആ ഒരു CVN നാരായണൻ ഗുരുക്കളുടെ ചരിത്രം. ഇന്ന് ആ ഒരു തലമുറയിലെ കരുത്തുറ്റ കണ്ണി ശ്രീ CVN ഗുരുക്കളാണ് നമ്മുടെ കൂടെയുള്ളത്. ജാക്കി ചാൻ, അതുപോലെ ഷാരൂഖ് ഖാൻ, മമ്മൂട്ടി തുടങ്ങി നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് സെലിബ്രിറ്റികളെ കളരിയുടെ മെഴുവഴക്കം പഠിപ്പിച്ച ആ ഗുരുനാഥൻ നമ്മുടെ കൂടെയുണ്ട്. സർ, വെൽക്കം സർ. വെൽക്കം സർ. ഹലോ. 1804 ശരിക്കും ബ്രിട്ടീഷുകാർ കളരീനെ ബാൻ ചെയ്തെടുത്ത് നിന്ന് 75 വർഷങ്ങൾക്ക് മുന്നേ സാറിൻ്റെ പിതാവ് CVN കളരി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് ശരിക്കും ഒരു വലിയ ചലഞ്ച് തന്നെ ആയിരിക്കും. ആ ഒരു സമയത്ത് ആ ഒരു ചെറിയൊരു സൈലൻറ്റ് മിഷൻ എങ്ങനെയാണ് അദ്ദേഹം പാസ്സായി വന്നത്, ആ ഒരു ചലഞ്ചസും ആ ഒരു സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രിട്ടീഷുകാർ ഏറ്റവും അധികം ഫേസ് ചെയ്തത് പറഞ്ഞാൽ കളരിപ്പയറ്റിലെ കളരി വാരിയേഴ്സിൻ്റെ അടുത്തുള്ള യുദ്ധമുറകളാണ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അവർക്ക് പഴശ്ശി രാജാടണ്ടിലും ബാക്കിയുള്ള നാട്ടുരാജാക്കന്മാരുടെയൊക്കെ കീഴിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളരിപ്പയറ്റ് ബാൻ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണമാണ്. ഏറ്റവും കൂടുതൽ ചലഞ്ചസ് അവർക്ക് നേരിട്ടത് കളരി എന്ന് പറഞ്ഞാൽ അന്നത്തെ നാട്ടുരാജാക്കന്മാരുടെ എല്ലാം കീഴിൽ കളരി മീൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭ്യാസികളായിരുന്നു. അവരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോദ്ധാക്കളായിരുന്നു, പടയാളികളായിരുന്നു. അവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് സാറിന്റെ ഫാദർ ഈ ഒരു? എൻ്റെ ഫാദർ നമ്മൾ കണ്ണൂരാണ്, അഴീക്കോടായിരുന്നു അച്ഛൻ ജനിച്ചത്. വടക്കൻ കളരിയുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, അതെ. അച്ഛനിൽ നിന്നാണ് മീൻസ് പറഞ്ഞെങ്കിൽ ബേസിക് ബാലപാഠങ്ങളൊക്കെ പഠിച്ചത്. എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ തന്നെ പറഞ്ഞ കളരി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബേസിക്സ് ഒക്കെ പഠിച്ചത്. അതിനുശേഷമാണ് കോഴിക്കോടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CV നാരായണൻ നായർ ഗുരുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ മീൻസ് പറഞ്ഞെങ്കിൽ CVN കളരിയൊക്കെ അച്ഛൻ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെമ്മോറിയലായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ കളരികൾ ഉണ്ടായിരുന്നു കോഴിക്കോടും തലശ്ശേരിയായിട്ട്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസിൽ നിന്നും കളരിപ്പയറ്റ് മീൻസ് പറഞ്ഞാൽ അതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ കോഴിക്കോടേക്ക് മൈഗ്രേറ്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ചു. അതിന്റെ അഡ്വാൻസ് ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് CVN കളരി അദ്ദേഹത്തിന് മീൻസ് അച്ഛന്റെ ഗുരുക്കളുടെ മെമ്മോറിയലായിട്ട് മെമ്മോറിയലായിട്ടാണ് മീൻസ് പറഞ്ഞെങ്കിൽ CVN കളരി കോഴിക്കോട് ഇവിടെ സ്ഥാപിച്ചത്. ഓക്കെ സാർ, സ്ട്രൈറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ സാർ. ഇപ്പോൾ ഒരുപാട് മാർഷൽ ആർട്സ് ഫോംസ് ഉണ്ടല്ലോ. കരാട്ടെ ഉണ്ട്, കുങ്ഫു ഉണ്ട്, ജിജിത്സു ഉണ്ട്, തായ്ക്കൊണ്ടോ ഉണ്ട്, മൊയ്ത്തായി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഭയങ്കര പോപ്പുലറായി വരുന്നുണ്ട്. വൈ വൺ ഷുഡ് ലേൺ കളരി? വാട്ട് ഈസ് ദ ഡിഫറൻസിയേഷൻ?
കളരിപ്പയറ്റിനെ പോലെ ഇത്രയും സയന്റിഫിക് ആയിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു ആർട്ട് ഫോം വേറെ ഇല്ലാന്ന് നമുക്ക് പറയാം. നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ഷോസ് ചെയ്യുന്നുണ്ട്, മിക്കവാറും മാർഷൽ ആർട്ട് ഫെസ്റ്റിലും അതേപോലെ തന്നെ പറഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിലെല്ലാം പോവാറുണ്ട്. പിന്നെ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളരിപ്പയറ്റ് ഇത് നമ്മളെ കളരിപ്പയറ്റിലെ മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി പിന്നെയാണ് ശരീരശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. കളരിപ്പയറ്റിൽ ഒരു ഫൈറ്റിംഗ് ആസ്പെക്ട് മാത്രമല്ല, ഒരു ക്യൂറേറ്റീവ് സൈഡും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്, ചികിത്സാ സമ്പ്രദായങ്ങളും കൂടി. കളരിപ്പയറ്റിലെ മെയ്യഭ്യാസം എന്ന് പറഞ്ഞാൽ ബോഡി കൺട്രോൾ എക്സസൈസ് എന്ന് പറഞ്ഞ സാധനം, അതിൽ പറഞ്ഞാൽ വളരെ സയൻറ്റിഫിക് ആയി. കാരണം ഓരോ മീൻസ് പറഞ്ഞെങ്കിൽ കുറേ ആദ്യം തന്നെ ഇനീഷ്യലായിട്ട് കുറേ ലെഗ് സ്ട്രെച്ചിങ് എക്സസൈസസ്, കുറേ കിക്സ് പ്രാക്ടീസ് ചെയ്യുന്നു. അത് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ബോഡി ബാലൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി, സ്റ്റാമിന ഒക്കെ വേണ്ടി. അത് കഴിഞ്ഞാൽ കുറേ ആനിമൽ പോസ്റ്റേഴ്സ് ഉണ്ട്, അഷ്ടവടിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആനിമൽസിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത സാധനങ്ങളാണ്. ഇതെല്ലാം പഠിപ്പിക്കുന്നു. പിന്നെയാണ് പറഞ്ഞെങ്കിൽ കുറേ സീക്വൻ ആയിട്ടുള്ള ബോഡി എക്സസൈസ്, അതാണ് മെയ്പ്പായിട്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം പഠിപ്പിച്ചിട്ട് പ്രോപ്പറായിട്ട് ശരീരം, മനസ്സും ശരീരം ഏകമാക്കിയതിന് ശേഷമാണ് വുഡൻ വെപ്പൺസിലേക്ക് പോകുന്നത്. കാരണം മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വുഡൻ വെപ്പൺസിലാണ്. അതിൽ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൾത്താരി എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞാൽ ഒരു 1.5 feet to 6 feet ഡിഫറെൻ്റ് ആയിട്ടുള്ള വുഡൻ വെപ്പൺസ്. അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒഫൻസും ഡിഫൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് മൈൻഡും മയ്യും എല്ലാം കൺട്രോൾ ചെയ്തിട്ട് അതിന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് മെറ്റാലിക് വെപ്പൺസിലേക്ക് പോകുന്നത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്കത്താരി എന്ന് പറയും. അതിൽ കടാരം, വാളും, പരിച, ഉറുമി, അതുപോലെ തന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെപ്പൺസിനെ കൊണ്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിലെ മർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു. ശരീരത്തിലെ 107 മർമ്മങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കുറെ, അത് ഫൈറ്റിംഗ് ആസ്പെക്ട്, അതാണ് മർമ്മ പ്രയോഗങ്ങൾ. പിന്നെ മർമ്മ ചികിത്സാ സമ്പ്രദായം. ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് ശരീരത്തിൽ വന്നാൽ, പ്രത്യേകിച്ച് സ്പോർട്സ് ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് ശരീരത്തിൽ വന്നാൽ അത് എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതെല്ലാം കളരിപ്പയറ്റിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ. അത് കുറെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീൻസ് ഉണ്ടെങ്കിൽ ഒരു ട്രെയിനിങ് സമ്പ്രദായമാണ്, സയന്റിഫിക് ആയിട്ടുള്ള. ഇതുപോലുള്ളൊരു നമ്മൾ ഇതിൻ്റെ എല്ലാം ഓരോ ഭാഗങ്ങൾ മാത്രമുള്ള അതിൽ മാർഷൽ ആർട്സിൽ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മളിപ്പോൾ കുംഫു നമ്മൾ പറഞ്ഞപ്പോൾ ബോധിധർമ്മനിൽ നിന്നാണ് കുംഫു പോയത്, അതിനുള്ള കാര്യങ്ങളൊക്കെ കുറേ ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. നമ്മൾ ചൈനയിൽ ഷാവോലിൻ ടെമ്പിളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളരിപ്പയറ്റ് അവർക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത ആളുകളാണ്. കാരണം അവരെ വെച്ചിട്ട് യൂറോപ്പിൽ തിയേറ്റർ ഷോസ് ചെയ്യുന്നുണ്ട്. അവരെന്താണ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ അതിനെ വെച്ചിട്ട് ഇതാണ് പറഞ്ഞത്. അവരുടെ മെയ്പ്പായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ കളരിപ്പയറ്റിലെ മെയ്പ്പായിട്ടിനെ കുറിച്ച് ചെറിയൊരു ഭാഗം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതേപോലെ വുഡൻ വെപ്പൺസിലായാലും മെറ്റാലിക് വെപ്പൺസിലായാലും അവരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇത്രയും വളരെ സയന്റിഫിക് ആയിട്ട് അവരൊന്നും ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ മൂവത്തായി ഒക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കളരിപ്പയറ്റിലെ വെറും കൈ പ്രയോഗത്തിൻ്റെ ഒരു ഭാഗമാണ് മൂവത്തായിലുള്ള കാണുന്നതൊക്കെ. പിന്നെ നമ്മളെ കളരിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് പെർട്ടിക്കുലർ ആയിട്ട് കോൺസെൻട്രേറ്റ് കുറേ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ ഇതിലെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു കളരിപ്പയറ്റ് പഠിച്ച ആളുകൾക്ക് ഏതിൻ്റെയും മുന്നിൽ നിൽക്കാൻ സാധിക്കും. സാർ, ശരിക്കും കളരിപ്പയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മദർ ഓഫ് മാർഷൽ ആർട്സ് എന്നാണ് പറയുക. എന്നിരുന്നാൽ പോലും നമ്മൾ ലോകത്തിൻ്റെ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ, വേൾഡിൽ മൊത്തത്തിലുള്ള ഒരു POV നോക്കുമ്പോൾ നമ്മുടെ കരാട്ടയ്ക്കോ അല്ലെങ്കിൽ കുംഫൂനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത ശരിക്കും പറഞ്ഞാൽ കളരിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ MMA കുംഫു ഒക്കെ കാണുന്ന സമയത്ത് സാർ കളരിയിലുള്ള പല എലമെൻറ്റും അവിടെ കാണുമ്പോൾ ശരിക്കും വാട്ട് യു ഫീൽ സാർ? അത് പറഞ്ഞത് ശരിയാണ്. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആർട്ട് ഫോമിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കുറേ ആളുകളുണ്ടായിരുന്നു. കളരിപ്പയറ്റിന് ഇവൻ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് വന്നാലും, ഇപ്പോൾ ഇന്ത്യയിലെ പോട്ടെ, കേരളത്തിൽ നിന്ന് വന്ന ഒരു ആർട്ട് ഫോം ആണെങ്കിൽ കൂടി കേരളത്തിൽ തന്നെ അതിനുള്ളൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മളൊരു ഗവൺമെൻറ് ലെവലിലായാലും അല്ലാത്ത ലെവലിലായാലും ഒന്നും ശരിക്കും കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാം. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ഒരു ടൂറിസം ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള ആയാലും ഇന്ത്യ ആയാലും ഒക്കെ പറഞ്ഞാൽ ടൂറിസം ബേസ് ചെയ്തിട്ട് അവർ ടൂറിസ്റ്റ് വരികയാണെങ്കിൽ അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാനായിട്ട് ഇതിനെ കൊണ്ടുപോകണം. ഇതിൻ്റെ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു ഇത് സ്റ്റഡി ചെയ്തിട്ട് കളരിപ്പയറ്റ് എന്താണ് അതിനെ പൊട്ടൻഷ്യൽ സ്റ്റഡി ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇന്നേ വരെ ആരും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെയാണ് അച്ഛനൊക്കെ ചെയ്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അച്ഛനും ട്രിവാൻഡ്രം CVN ഗോവിന്ദകുട്ടി, ഇവർ രണ്ടുപേരാണ് ശരിക്കും കളരിപ്പയറ്റിനെ ഈ രീതിയിലെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ചെയ്തത്. അതിന് ശേഷം കുറേ ആളുകൾ വന്നു. പക്ഷെ ആ ഒരു സ്റ്റേജിൽ കളരിപ്പയറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞെങ്കിൽ കളരിപ്പയറ്റ് ഒരു കളരിയിൽ പഠിപ്പിക്കുന്നത് കൂടാതെ കളരിപ്പയറ്റിന് പറഞ്ഞാൽ സ്റ്റേജ് ഷോസ് വേൾഡ് വൈഡ് ആയിട്ട് അവർ എല്ലാം പ്രൊമോട്ട് ചെയ്യും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർ പല സ്ഥലത്ത് പറഞ്ഞാൽ കളരിപ്പയറ്റിൻ്റെ ഷോസും അതേപോലെ തന്നെ വർക്ക്ഷോപ്സ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തു. അന്നത്തെ ആ കാലത്ത്, ഇന്നത്തെ ഒരു ടൈമല്ല, എന്നൊക്കെ ഈസിയാണ്. അന്നത്തെ കാലത്ത് ഒന്നുമില്ല. ആ ഒരു സമയത്ത് വരെ കളരിപ്പയറ്റിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷോസ്, സ്റ്റേജ് ഷോസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തുമായിട്ട് യൂറോപ്യൻ കൺട്രീസിലും അത് പല ഏഷ്യൻ കൺട്രീസിലും ഒക്കെ ആയിട്ട് കുറേ ഷോസ് ചെയ്ത് അതിലൂടെ കുറേ പ്രൊമോട്ട് ചെയ്തു. സാർ, ഈ ഒരു പെർഫോമിംഗ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തു നിന്ന് ആളുകൾ വരുമ്പോൾ ഒരു പെർഫോമിംഗ് ഷോ അല്ലാതെ കളരിയിൽ എന്തുമാത്രം
മാറ്റം ഗവൺമെന്റ് കൊണ്ടുവരണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? കളരിപ്പയറ്റ് ഈ ഒരു സാധനത്തിന് കാരണം ഇപ്പം കുറെ കൂടി നമുക്ക് പറഞ്ഞ സപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കളരിപ്പയറ്റ് ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മൾ എത്തി. നമുക്ക് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതൊരു ആയിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കില്ലേ? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പാട്ടാവെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ശിവൻകുട്ടി മിനിസ്റ്റർ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കൊണ്ടുവരുമെന്നല്ല. പക്ഷെ ഇന്നേ വരെ എത്തിയിട്ടില്ല. നമ്മൾ എല്ലാ പ്രാവശ്യവും വരുന്നത് നമ്മൾക്ക് കുറേ പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വരുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാഷണൽ ലെവലിൽ ഇപ്പോൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലും ഒക്കെ ആയിട്ട് നാഷണൽ ലെവൽ നമ്മൾ കളരിപ്പയറ്റിന് പറഞ്ഞാൽ നാഷണൽ കോമ്പറ്റീഷൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അത് നാഷണൽ ഗെയിംസിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നു. അതിന്റെ മുന്നത്തെ പ്രാവശ്യം വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റീവ് ഇവന്റിലായിട്ടാണ്. അതിന്റെ മുന്നത്തെ പ്രാവശ്യം കോമ്പറ്റീറ്റീവ് ഇവന്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഖേലോ ഇന്ത്യ കുട്ടികൾക്കൊക്കെ വലിയ അവസരങ്ങളാണ് അതിലൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതേപോലെ കളരിപ്പയറ്റിൽ നമ്മൾ നാഷണൽ ചാമ്പ്യൻഷിപ്പും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പൊക്കെ നടത്തുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാത്ത രീതി അക്കാഡമിക് ഇതിലെ പറയുകയാണെങ്കിൽ കുറേ സൗകര്യങ്ങൾ ഇപ്പം കുട്ടികൾക്ക് ഇപ്പം കുറേ കിട്ടി വന്നിട്ടുണ്ട്. അതിൽ വലിയൊരു മാറ്റങ്ങൾ പറഞ്ഞാൽ കുട്ടികൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത രീതിയിൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളരിപ്പയറ്റിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോസ് മാത്രമല്ല, അതുകൂടാതെ പറഞ്ഞപ്പം അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഫിലിംസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനൊക്കെ തുടങ്ങിയത്. കാരണം അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനും ഇല്ലാത്ത ടൈമിൽ പറഞ്ഞാൽ തച്ചോളിയോധൻ എന്ന് പറഞ്ഞ മൂവിയിലാണ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം സത്യം മാഷ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആ ഒരു സാധനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേ കളരിപ്പയറ്റിന് ആ രീതിയിൽ കൊണ്ടുവന്നെ അച്ഛൻ കുറെ മൂവീസ് ആ ടൈമിൽ ചെയ്തു. പടയോട്ടം, ഉണ്ണിയാർച്ച, വടക്കൻ വീരാത് വരെ അച്ഛൻ ചെയ്തതാണ്. MT സാറൊക്കെ അത് എപ്പോഴും എടുത്ത് പറയാറുണ്ടായിരുന്നു. വരിക്കുന്നവരെ പറയുമായിരുന്നു. അച്ഛനിൽ നിന്നാണ് ഇതിനെ കുറെ മനസ്സിലാക്കിയതും ഗ്രന്ഥങ്ങൾ കിട്ടിയതും എന്നുള്ളതൊക്കെ. MT സാറിന് ഇതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിന്റെ വേർഡ്സ് എല്ലാം മീൻസ് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഈ മാർഷൽ ആർട്സ് നോക്കുന്ന സമയത്ത് ബ്രൂസ്ലി വന്നതിന് ശേഷമാണ് ശരിക്കും വേൾഡ് വൈഡ് കരാട്ടെ, കുങ്ഫു എന്നൊക്കെ പറയുന്ന ഈ മാർഷൽ ആർട്സ് ശരിക്കും ഫേമസ് ആവുന്നത്. അതേപോലെ UFC വന്നതിന് ശേഷമാണ് MMA, ഈ ജുജിത്സു, മൊയ്ത്തായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേമസ് ആവുന്നത്. അപ്പോൾ അതേപോലെ ശരിക്കും ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു അക്കംപ്ലിഷ്ഡ് ആവുന്ന രീതിയിലുള്ള ഒരു മൂവിയോ അല്ലെങ്കിൽ ഒരു UFC ഫൈറ്ററോ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കളരിപ്പയറ്റ് വേറൊരു ലെവലിലേക്ക് എത്തേണ്ടാവില്ല. എങ്ങനെയാണ് സാർ കളരിപ്പയറ്റിന്റെ ഒരു ഫ്യൂച്ചർ കാണുന്നത്? അല്ല, ഫ്യൂച്ചർ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റീസ് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് വരികയാണെങ്കിൽ കുറെ കൂടി നമ്മൾ ജാക്കി ചാൻ്റെ ഒപ്പം ഒന്ന് വർക്ക് ചെയ്യാൻ നമുക്കൊരു ചെറിയൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂവി ചെയ്ത മിത്തിനെ പറഞ്ഞതിലൊക്കെ അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ വന്നാൽ ഇപ്പം കളരിപ്പയറ്റ് ഇപ്പം ലോകം അറിഞ്ഞതിന് ഇങ്ങനെയാണ്. കുറേ ഫിലിംസിലൂടെ ഈ പറഞ്ഞ പോലെയാണ്. കുറെ മൂവീസ് നമുക്ക് കുറേ മൂവി നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 65ഓളം മൂവി ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞാൽ അതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളിവുഡിലായാലും ഹോളിവുഡിലായാലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കിട്ടി. അതിലൂടെയൊക്കെ കുറേ ലോകം അറിഞ്ഞു. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ ബോളിവുഡ് മൂവീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം അശോക, ദിൽസേ, ബാജിറാവ് മസ്താനി, പത്മാവത്, രാമായണൻ്റെ അതിൻ്റെ ചെറിയ വർക്ക് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ മൂവീസ് നമുക്ക് അത് ചെയ്യാൻ പറ്റി. അതേപോലെ സ്വാട്സ് ആൻഡ് സെറ്റ് ഹോളിവുഡ് മൂവി, അതേപോലെ തന്നെ ജാക്കി ചാൻ്റെ ദ മിത്ത്, ഇങ്ങനെയൊക്കെ അതിലൂടെയൊക്കെ കുറേ ആളുകൾ കളരിപ്പയറ്റിനെ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയായിട്ട് പറഞ്ഞു. പിന്നെ മലയാളം മൂവീസൊക്കെ വലിയൊരിതാണ്, ഒരു ഇൻഫ്ലുവൻസ് ആണ് കാര്യങ്ങൾ പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ മിക്കവാറും മമ്മൂക്ക മൂവി, ലാൽ സാറിൻ്റെ മൂവിയൊക്കെ നമ്മൾ പറഞ്ഞാൽ കുറേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മാമാങ്കം വരെ നമ്മൾ ചെയ്തു കൊടുക്കും. മമ്മൂക്കാൻ്റെ മിക്കവാറും മൂവീസ്, ലാൽ സാറിൻ്റെ ഒക്കെ കുറേ മൂവീസ് കളരി ബേസ് ചെയ്യല്ലേ. അതിനെ കുറഞ്ഞ കളരിപ്പയറ്റ് നമ്മൾ മിക്കവാറും എടുക്കുന്ന പറഞ്ഞാൽ കളരിപ്പയറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ള മൂവി. കളരിപ്പയറ്റിനെ വെച്ചിട്ട് തരം താഴ്ത്തി അല്ലെങ്കിൽ ജോക്സ് ആയിട്ടുള്ള അങ്ങനത്തെ അധികം നമ്മൾ സ്ക്രിപ്റ്റ് അങ്ങനെ എടുക്കാറില്ല. എന്നാലും കളരിപ്പയറ്റിന് ഇമ്പോർട്ടൻസ് കിട്ടുന്ന കുറേ മൂവീസ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുറേ എൻക്വയറീസ് വന്നിട്ട് പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ കളരിപ്പയറ്റിന് ഈ പറഞ്ഞ പോലെ മുന്നോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെയുള്ള ആളുകൾ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ ഷുവർ എന്തായാലും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കളരിപ്പയറ്റിന് ഇനിയും കുറേ പ്രൊമോട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ തിയേറ്റർ ഷോസ് ഒക്കെ ചെയ്യുന്നത്. കാരണം യൂറോപ്യൻസ്, കാരണം നമുക്ക് യൂറോപ്പിനൊക്കെ കുറേ ആളുകൾ തിയേറ്റർ സൈഡിലുള്ള മാർഷൽ ആർട്ട് സൈഡിലുള്ള ആൾക്കാരൊക്കെ കുറേ ഇത് പഠിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ കളരിയിലൊക്കെ ഇപ്പൊ ശരിക്കും ഇവിടെ നാട്ടിലെ ആളുകളെക്കാളും കൂടുതൽ പുറത്തുനിന്നുള്ള ആളുകളാണ് അത് പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അതെന്തായാലും അത് കണ്ടിട്ട് കുറേ ഇപ്പോൾ അതർ സ്റ്റേറ്റിനുള്ള ആൾക്കാരും നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരല്ല, അതർ സ്റ്റേറ്റിലുള്ള കുറേ ആളുകൾ നമ്മളിപ്പോൾ നിങ്ങൾ കളരിയിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കുറേ പേര് കളരിൽ അത് എപ്പോൾ ഉണ്ട്. നമ്മൾ ഈ 360 ഡേയ്സിൽ ഫോറിൻ സ്റ്റുഡൻസും ഉണ്ടാവും, അതേപോലെ തന്നെ അതർ സ്റ്റേറ്റിനുള്ള ആളുകളും. ഇവരെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതേപോലെ തന്നെ കളരിപ്പയറ്റിൻ്റെ ടീച്ചർ നമ്മൾ ചെറിയ ഷോർട്ട് ടേം കോഴ്സ് എല്ലാം ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം അവർക്കൊക്കെ ഫുൾ ടൈം ആയിട്ട് ഇവിടെ പല ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും. നമ്മളൊരു 1 മന്ത് മുതൽക്ക് ഒരു 6 മന്ത് വരെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് വഴി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ അവർക്ക് വന്നിട്ട് പറഞ്ഞാൽ കുറച്ച് ബേസിക്സ് കിട്ടി അവർക്ക് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇന്നാളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ കളരിപ്പയറ്റിന് ഒരു വലിയ
വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. ഇത് മുഴുവൻ പഠിച്ചിട്ട് ഒരാൾക്ക് എവിടെയും പോയി തുടങ്ങാന്ന് പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം നമ്മൾ ഈ നാട്ടിൽ തന്നെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ കുറേ മുറിവൈദ്യന്മാരായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ കുറച്ച് പഠിച്ചിട്ട് എന്ന് പറഞ്ഞെങ്കിൽ കളരീൻ്റെ മുന്നിൽ കൂടെ പോയ ആൾക്കാർ വരെ കളരിപ്പായിട്ട് കളരി സെൻ്റർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അപ്പോൾ ആ രീതിയിലുള്ള പറഞ്ഞാൽ അവരൊക്കെ വന്നിട്ട് പറഞ്ഞാൽ അവർക്ക് നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പഠിപ്പിക്കാനും അതേപോലെ തന്നെ ഇതേപോലെ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളെല്ലാം സ്റ്റുഡൻസ് കുറേ യൂറോപ്പിലൊക്കെ നമ്മളെ സ്റ്റുഡൻസ് കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളരി ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ നടത്തുന്നുണ്ട്. കളരിയും അതേപോലെ കളരി മർമ്മ ചികിത്സേനെ ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, കളരി മർമ്മ ചികിത്സയിലേക്ക് സാർ വന്നത് ഞാൻ ചോദിക്കട്ടെ, ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ തന്നെ സൂഡോ സയൻസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ സാറിന് ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു മിറാക്കിൾ ക്യൂർ എന്നൊക്കെയുള്ള രീതിയിൽ സാറിന് തോന്നിയ എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ കളരി ചികിത്സ അല്ലെങ്കിൽ മർമ്മ ചികിത്സ ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും? കളരി മർമ്മ ചികിത്സയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കേസിൽ നമ്മൾ മിക്കവാറും ഈ സ്പോർട്സ് ഇഞ്ചുറിയിലൊക്കെ ഒരു മിറക്കിൾ ക്യൂർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. സാർ, എന്താണ് ഡിഫറൻസ് നമ്മളെ ഇംഗ്ലീഷ് അലോപ്പതി രീതിയും ഈ മർമ്മ ചികിത്സയും തമ്മിൽ എന്താണ് ശരിക്കും ഡിഫറൻസ്? അല്ല, അലോപ്പതി രീതിയും ആയുർവേദ രീതി, നമ്മൾ ഈ കളരി മർമ്മ ചികിത്സാ രീതി രണ്ടും രണ്ട് തന്നെയാണ്. നമ്മൾ പറഞ്ഞ കുറേ മീൻസ് പറഞ്ഞെങ്കിൽ നമ്മൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഔഷധം മീൻസ് പറഞ്ഞെങ്കിൽ ഇലയായാലും ചേമി വേരുകളായാലും അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ മരുന്നുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ചികിത്സ നടത്തുന്നത്. അതെന്നെ പറഞ്ഞാൽ ശരീരത്തിലെ മർമ്മശാസ്ത്രങ്ങളെ മർമ്മസ്ഥാനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കുറേ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ 107 മർമ്മസ്ഥാനങ്ങളുണ്ട്. അതന്നെ ഒരു 5 ഡിവൈഡ് ചെയ്യുന്നത്. മാംസമർമ്മം മസ്കുലർ ബേസ് ചെയ്തിട്ടുള്ളത്, ഈ സ്നായുമർമ്മം, സിരാമർമ്മം, സന്ധിമർമ്മം, അസ്ഥിമർമ്മം എന്നിങ്ങനെ ഈ ഒരു 5 എണ്ണം ഉണ്ട്. ഈ 107 5 ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ ഭാഗങ്ങൾ ഏത് തരത്തിലുള്ള ഇഞ്ചുറീസ് ആണ് വരുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്ത് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ചികിത്സ മീൻസ് പറഞ്ഞാൽ അഭ്യാസ സമ്പ്രദായത്തിൽ വരുന്നതാണ് മർമ്മ പ്രയോഗങ്ങൾ. അത് പ്രയോഗിക്കുന്ന രീതികൾ പലതരത്തിലുണ്ട്. പക്ഷെ ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ അറിയുന്നവൻ ചെയ്യണമെന്നില്ല. മർമ്മസ്ഥാനങ്ങളിലൊക്കെ ഇഞ്ചുറി അല്ലാതെയും വരും. നമ്മൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നാൽ ആ സ്ഥാനങ്ങളിൽ ഇഞ്ചുറി അത് എങ്ങനെ ക്യൂർ ചെയ്യാൻ, അത് നമ്മൾ ഈ കളരി മർമ്മ ചികിത്സാ സമ്പ്രദായത്തിൽ കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായം. അതിപ്പം സ്പോർട്സ് ഇഞ്ചുറിയാണ്. ഇപ്പോൾ ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ, നെർവസ് ഡിസോർഡർ, അതേപോലെ ബാക്ക് പെയിന്, ഇപ്പോൾ ലോ ബാക്കിലായാലും സയാറ്റിക് ഇഷ്യൂസ് ആയാലും അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് ആയാലും അല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ നീ ഇഞ്ചുറീസ് ഒക്കെ ആയാലും നീ പെയിൻ, ലിഗ്മെൻറ്റ് ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ചികിത്സ നമ്മൾ ഇതിലുണ്ട്. പെട്ടെന്ന് ക്യൂർ ആവാൻ പറ്റുന്ന രീതികളുള്ളത്. പിന്നെ ചിലതൊക്കെ നമ്മൾ മോഡേൺ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റും. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള അങ്ങനെയുള്ളൊരു നമ്മളെ സംബന്ധിച്ചിട്ടില്ല. കാരണം അത് ചെയ്യാൻ പറ്റില്ല. ചിലത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രാക്ചർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചർ ഇപ്പോൾ നമുക്ക് അൾനാർ റേഡിയസ് ഇത് 2 ഫ്രാക്ചർ ആയാലും പക്ഷേ അതെല്ലാം പൊട്ടി നുറുകി പോണ കുറേ കേസുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കേസുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സർജറി തന്നെ ചെയ്യേണ്ട കേസുകളുണ്ട്. അത് നമ്മൾ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ കൊടുക്കും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഇന്ന രീതികളിൽ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അല്ലാത്ത രീതികളിൽ ഇപ്പോൾ ബാക്ക് പെയിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ പറഞ്ഞാൽ അങ്ങനെയുള്ള കേസുകൾ ബാക്ക് ലംബാർ റീജിയനിലുള്ള ബൾജ് അല്ലെങ്കിൽ സെർവിക്കൽ റീജിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കംപ്രഷൻ ആയാലും അതിനൊക്കെ ഉള്ള നല്ല ചികിത്സ നമ്മൾ ഇതിലുണ്ട്. സർജറി ഇല്ലാതെ കുറേ ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നവരുണ്ട്. സാർ, ഒരു കളരി ആചാര്യനായതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു മർമ്മ ചികിത്സ പഠിച്ചതുകൊണ്ട് ഈ ഇഞ്ചുറി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ടോ? യെസ്, അത് സാധിക്കും. അപ്പൊ ആദ്യമൊന്നും നമുക്ക് പറയുന്നത് ഇതേപോലെ നമുക്ക് സ്കാനിങ്ങോ അല്ലെങ്കിൽ എക്സ്റേ ഒന്നും ഇല്ല. തൊട്ട് മനസ്സിലാക്കാൻ നമ്മുടെ കൈ തന്നെയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. കാരണം നമ്മൾ കൈ സ്പർശം ഇത് ഈ 108 അല്ലെങ്കിൽ 107 ഈ പോയിന്റുകൾ വെച്ചിട്ട് മർമ്മ പോയിന്റുകൾ വെച്ചിട്ടാണ് അത് നമ്മൾ ഐഡന്റിഫൈ. പക്ഷെ എല്ലാം നമ്മൾ ഈ 107 മർമ്മസ്ഥാനങ്ങളിൽ വരുന്ന ഇഞ്ചുറീസും കാര്യങ്ങളും അല്ല, അല്ലാത്ത രീതികളിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെല്ലാം ഈ 107 മർമ്മസ്ഥാനങ്ങളിൽ വരുന്നത് വേറെ, അല്ലാതെ തന്നെ ശരീരത്തിൽ വരുന്ന കുറേ ഇഞ്ചുറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളായാലും വേണ്ടിയില്ല. ഇപ്പോൾ സാധാരണ സ്ട്രോക്ക് വന്ന കേസ്, പാരാലിസിസ് ആയിട്ട് പറഞ്ഞ സൈഡെല്ലാം തളർന്നു പോയ കേസുകളുണ്ട്. ഇങ്ങനെയുള്ള കേസുകളുടെ ഒക്കെ നമുക്ക് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ മർമ്മ ചികിത്സാ ബേസ് ചെയ്തിട്ടുള്ള ഉഴിച്ചലുകളുണ്ട്. കളരിയിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴിച്ചൽ അത് വലിയ മീൻസ് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ആയുർവേദം കളരി മർമ്മ ചികിത്സയായിട്ട് രണ്ടുമായിട്ടുള്ള ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ മകൻ, എൻ്റെ ബ്രദറിൻ്റെ മക്കൾ ഇവരൊക്കെ പറഞ്ഞാൽ ആയുർവേദ ഡോക്ടേഴ്സാണ്. നമ്മൾ തന്നെ പറഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടിയുള്ള പല ക്ലാസ്സുകൾ കാര്യങ്ങൾ കൊടുക്കുന്ന ആയുർവേദ സെൻറ്റേഴ്സിൽ വരെ പോയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള ഉഴിച്ചൽ രീതികളെക്കാട്ടിയും കുറച്ചുകൂടി ഇഫക്റ്റീവാണ് കളരി മർമ്മ ഉഴിച്ചൽ. മർമ്മ രീതിയിലുള്ള ചികിത്സ ഉഴിച്ചൽ സമ്പ്രദായം. അത് പറഞ്ഞാൽ ചവിട്ടി ഉഴിച്ചലും ഉണ്ട്, കൈ ഉഴിച്ചലും ഉണ്ട്. ഈ രണ്ടെന്ന് പറഞ്ഞാൽ കുറേ കൂടി ഇഫക്റ്റീവാണ്. പിന്നെ നമ്മൾ ബോഡി ഫ്ലെക്സിബിൾ ആവാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞാൽ കളരി മർമ്മത്തിൽ പറഞ്ഞെങ്കിൽ ചവിട്ടി ഒഴിച്ചല്ല, അതെന്നെ പറഞ്ഞാൽ കച്ച തിരുമെന്ന് പറയും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വളരെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഈ സ്പ്ലിറ്റും അതേപോലെ തന്നെ കിക്സും സ്ട്രെച്ചും ലീപ്സും ജംപ്സും ഒക്കെ ചെയ്യാൻ വളരെ ഇഫക്റ്റീവായിട്ടുള്ള സാധനമാണ് ഇങ്ങനെയുള്ള ഉഴിച്ചൽ സമ്പ്രദായം. അതിനുവേണ്ടി കുറേ ആളുകൾ അത് പഠിക്കാൻ വേണ്ടിയും
കാരണം മനസ്സിലാക്കിയിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ആളുകൾ ഇത് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ശരീരം ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഉഴിച്ചൽ സമ്പ്രദായങ്ങൾ അവിടെയൊക്കെയുള്ള കുറേ തെറാപ്പിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് പലവരും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാനും വരുന്നുണ്ട്. 1950s CVN സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സാറ് യങ് ഏജ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ട്രെയിനിങ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അന്നും ഇന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് ഓവറോൾ കളരിയിൽ സംഭവിച്ചിട്ടുള്ളത്? അത് 1950 അച്ഛൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ തന്നെ കളരികളിലേക്ക് വന്നിട്ടുണ്ട്. ഞാനായാലും എൻ്റെ ബ്രദേഴ്സ് ആയാലും, ഞാൻ സുനിൽ ഗുരുക്കളും എൻ്റെ ബ്രദേഴ്സ് അനിൽ ഗുരുക്കളും ഗോപകുമാർ ഗുരുക്കളും, നമ്മൾ 3 പേരിന് വളരെ ചെറുതായിരുന്നു. അവർ 3 വയസ്സ് മുതൽ തന്നെ കളരിയിൽ കയറാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും 5 വയസ്സിലാണ് ദക്ഷിണ കൊടുത്തിട്ട് ശരിക്കും കളരികളിൽ കയറിയത്. അതുവരെ പറഞ്ഞ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അച്ഛനൊപ്പം തന്നെ ഇവിടെ ഉണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അത് വേറെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അന്നൊക്കെ കളരി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കളരി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 മണിയാകുമ്പോൾ തന്നെ കളരി ക്ലാസ് എല്ലാം തുടങ്ങിയായിരുന്നു. കാരണം 4 മണി മുതൽ തന്നെ കളരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. കാരണം നേരത്തെ തന്നെ കളരി എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞാൽ ഏർലി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്താണ്. നമ്മുടെ ശരീരം എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്, ശരീരത്തിന് എപ്പോഴും നല്ലത് പറഞ്ഞെങ്കിൽ ആ ഏർലി മോർണിംഗിൽ പ്രാക്ടീസ് ചെയ്യണം. അത് മൈൻഡിനും ഏകാഗ്രത കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗിലുള്ള ട്രെയിനിങ് ആണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ വൈകുന്നേരം അസ്തമനത്തിന് മുന്നേ ആയിട്ട് ഒരു 5 മണീൻ്റെ ഒരു 7 മണീൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് പോകണം. അതിന് ശേഷം ഒന്ന് പ്രാക്ടീസ് നല്ലതല്ല. എന്താ പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഓക്സിജൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത്. കളരി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് കളരി ഉണ്ടാവുക. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റും വെസ്റ്റും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള സൺറൈസ് നമുക്ക് കളരിയിലേക്ക് കിട്ടണം ഏർലി മോർണിംഗിലായിരുന്നു. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓക്സിജൻ, നമുക്ക് എനർജി നമുക്ക് എപ്പോഴും ആ ഒരു ടൈമിൽ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും. മോർണിംഗ് ടൈമിൽ ഈവനിങ് ടൈമിൽ അതിന് കളരിയിലെ സയൻസ് പറഞ്ഞാൽ വേറെയാ. കാരണം പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ 42 അടി കളരി 42 feet by 21 feet ആണ് കളരിയത്. നമ്മൾ വിചാരിക്കും എന്താ ഇത്രയും ചെറുതിൽ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളൊരു വലിയൊരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒപ്പോണന്റിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളോ അല്ലെങ്കിൽ അയാൾ കുറേ കൂടി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും പിന്നോട്ടേക്ക് ഓടും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും പാടില്ല. നമ്മളൊരു ഒപ്പോണന്റിന് മുമ്പിൽ അവിടെ അമർന്ന് നിന്ന് ഫൈറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് പഠിപ്പിച്ചത്. ഇതിൽ സയന്റിഫിക് വശങ്ങൾ കളരിയിൽ കുറേ ഉണ്ട് ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും സാർ, ഈ കളരിയിൽ ഒരു വാരിയറിനെ സംബന്ധിച്ചിടത്തോളം മസിലിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ശരിക്കും മെമ്മറിക്ക്, അതായത് മനസ്സിനും ഉണ്ടല്ലോ. അതിന് എത്ര ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് കളരി എത്ര ഹെൽപ്പ് ചെയ്യാറ്? അതിൽ കളരിയിൽ തന്നെ നമ്മുടെ കളരി യോഗ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കളരി എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രാക്ടീസിന് ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. കാരണം കളരിയിൽ പറഞ്ഞെങ്കിൽ കളരിയുടേതായ പരദേവതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കളരിയിൽ വന്നു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ന് പറഞ്ഞാൽ ദേവതകളെ വണങ്ങുന്നു, അത് കഴിഞ്ഞ് ഗുരുവിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നു. ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒരു ഗുരുവും ഡിസൈപ്പിളും നമ്മൾ വളരെ വെരി മച്ച് ബൗണ്ടഡ് ആണ്. നമ്മളിപ്പോൾ ബാക്കിയുള്ള ഒരു സ്കൂൾസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു രീതിയല്ല. അല്ലാത്ത നമ്മൾ മാർഷൽ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറേ കൂടി ബൗണ്ടഡ് ആണ് ഈ ഗുരുവും ഡിസൈപ്പിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ ഒരു ആയുധം എടുത്തിട്ട് ഒരു 2 കുട്ടികൾ പയറ്റുകയാണെങ്കിൽ തന്നെ പറഞ്ഞാൽ അവർ അതിൻ്റേതായ കുറേ റെസ്ട്രിക്ഷൻ. കാരണം എപ്പോഴും പറഞ്ഞെങ്കിൽ ദൈവത്തിനെ വണങ്ങി, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ വണങ്ങുക, ഗുരുവിൻ്റെ കാല് തൊട്ട് വന്നിച്ച്, എന്നിട്ട് തന്നെ ഈ കുട്ടികൾ തമ്മിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ തമ്മിൽ നമ്മൾ വിഷ് ചെയ്ത് എന്നിട്ടൊക്കെ വേണം തുടങ്ങാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലാതെ പറഞ്ഞാൽ ഇഞ്ചുറീസൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇവരൊരു റിവെഞ്ച് വെച്ചിട്ട് എനിക്കൊരു എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി ആ റിവെഞ്ച് വെച്ച് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നും കളരിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നില്ല, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമില്ല. വളരെ സയന്റിഫിക് ആയിട്ട് ചിട്ടപ്പെടുത്തിയതാണ് ഞാൻ പറഞ്ഞത് 47 അടിയുടെ കാര്യങ്ങൾ. അത് ഏത് വെപ്പണായാലും പ്രാക്ടീസ് ചെയ്യുന്ന രീതികളൊക്കെ അങ്ങനെയാണ്. പിന്നെ കളരിയിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് കാലങ്ങളിൽ പറഞ്ഞാൽ എല്ലാവർക്കും കളരിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും. നമ്മൾ ഒരു കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ഇതിനൊക്കെ വലിയ മാറ്റം വന്നത്. വിദ്യാഭ്യാസത്തിനുള്ളൊരു ഇമ്പോർട്ടൻസ് അത് മാറിയതോട് കുട്ടികൾക്കൊന്നും പഠിക്കാനുള്ള, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ചെയ്യാനുള്ള സമയമല്ല. കാരണം സ്കൂൾസിന്റെ ടൈം മാറി. പണ്ട് നമുക്ക് 10 മണിക്ക് സ്കൂൾസിൽ പോയാൽ മതിയായിരുന്നു. 4 മണിയാകുമ്പോൾ കഴിഞ്ഞാലും കുട്ടികൾക്ക് ഈ ആവശ്യത്തിനുള്ള ടൈമാണ്. ഇന്ന് എന്താ പറഞ്ഞാൽ ഇനി സ്കൂൾസ് ഏത് ടൈം തുടങ്ങിയാലും കുട്ടികൾ ഏറ്റവും നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ട്യൂഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ ഏതിനേയും ബേസ് ചെയ്തിട്ടുള്ള സെന്റേഴ്സ് അവിടെ കൊണ്ട് ഇടുകയാണ് കുട്ടികൾക്ക് ടൈമേ കിട്ടില്ല. ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ല, ഓൺ ദ വേ യാത്രയിലാണ് ഇവർ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അല്ലാത്ത എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകണത്. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. രാത്രി വരെ പറഞ്ഞാൽ ഇവർക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്.
ഇന്നിപ്പോൾ കാണുന്ന ഒരു പ്രശ്നം അതാണ്. എന്നിട്ട് എന്താ പറഞ്ഞാൽ ഇതേപോലെ വെക്കേഷൻസിൽ കുട്ടികളെ കൊണ്ട് ഇതേപോലെയുള്ള സെൻറ്റേഴ്സിൽ തള്ളുക. കളരി മാത്രമല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്ത എന്തെങ്കിലും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടുന്ന സെൻറ്റേഴ്സിൽ എന്തെങ്കിലും ഷോർട്ട് ടേം കോഴ്സോ അല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് തള്ളുകയാണ്. കുട്ടികൾക്ക് ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ സമയത്ത് കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ ഒരു 2 മാസം കൊണ്ടുപോയിട്ട് ചേകവനാവാനോ അല്ലെങ്കിൽ ഉണ്ണിയാർച്ചയോ തച്ചോളിയോ ഒന്നും ആക്കാൻ സാധിക്കൂല. കാരണം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പം കളരികളിൽ വരുന്നത്. അതെന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. എന്നാലും കളരികളിലൊക്കെ കുട്ടികൾ മീൻസ് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം പണ്ട് കുട്ടികൾ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അല്ലാതെ യങ്സ്റ്റേഴ്സ് ആയാലും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും ഇതിനെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കാണുന്നുണ്ട്. സാർ, ഇതിനെന്തെങ്കിലും ഒരു ഏജ് ഉണ്ടോ? ഇന്നൊരു ഏജ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 വയസ്സ് കംപ്ലീറ്റ് ചെയ്താലാണ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളെ ബോഡി മീൻസ് പറഞ്ഞാൽ സപ്പിൾ റിസപ്റ്റീവ് എന്നുള്ള ലെസ് വൾണറബിളൊക്കെ ആയിട്ട് പറഞ്ഞാൽ നന്നായിട്ട് പറഞ്ഞെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും ആ ടൈമിൽ. അതുകൊണ്ടാണ് ഒരു ഏജ് പറയുന്നത്. പക്ഷേ എനി ഏജ് ഗ്രൂപ്പ് ക്യാൻ. ഓക്കെ, നമുക്ക് പറഞ്ഞാൽ ഇന്നൊരു ഏജിൽ ചെയ്ത് നിർത്തണം എന്നുള്ളത് പറയുന്നില്ല. കാരണം നമുക്കത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലും ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ലേഡി ഉണ്ട്, 65 വയസ്സാണ്. US മീൻസ് പറഞ്ഞാൽ അവരവിടെ ഒരു പ്രൊഫസറാണ് യൂണിവേഴ്സിറ്റിയിൽ. അവരിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി. അവർ ഇവിടെ വന്നിട്ട് നിന്നിട്ട് കളരിപ്പായിട്ട് പഠിക്കുക. ഓൺലൈനായിട്ട് ഇപ്പോൾ ക്ലാസ് കൊടുക്കുക. ഇതുപോലുള്ള പഠിക്കുന്ന കുറേ ആൾക്കാർ പല ഭാഗത്തിനും വന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നമ്മൾ നാളെ ഷൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പുറത്തിന് വേറെ സ്റ്റേറ്റിന് വന്നിട്ട്, അത് എല്ലാ ഫീൽഡിലുള്ളതും, അത് IT ഫീൽഡായാലും അല്ലാത്ത ബിസിനസ് ഫീൽഡായാലും ഒക്കെ ഇവർ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ബിസിനസ് കാര്യങ്ങൾ, ഓഫീസ് വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഇവിടുന്ന് പഠിക്കുന്ന കുറേ ആളുകൾ, അങ്ങനെ വരുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, പണ്ട് നമുക്ക് ഇവിടെയുള്ള ആളുകളായിരുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അതല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വരുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ പലവരും കുട്ടികളെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റിനുള്ള കാര്യം ഞാൻ പറയുന്നത്, കുട്ടികളെ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ബോർഡിങ് ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് പഠിപ്പിക്കുക. കാര്യം ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ പഠിക്കുന്നത്, ഇപ്പോൾ മേലെ കളരിയിൽ ഇപ്പോൾ താമസിക്കുന്നത്, ഇപ്പോൾ ഒരു കുട്ടി ഡൽഹിയിലുള്ളതാണ്. അവിടെ ഒരു IPS ഓഫീസറുടെ മകനാണ്. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ടുള്ള അയാളുടെ മകൻ. അവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ കളരി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വന്നിട്ട് ഇവിടെ ദേവഗിരി കോളേജിൽ അവനെ മീൻസ് പറഞ്ഞെങ്കിൽ BBA ഇവിടെ ജോയിൻ ചെയ്യിച്ചിട്ട് ഇവിടെ പഠിപ്പിക്കുക. ഇങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെയുള്ള രീതികളിൽ കളരിപ്പയറ്റിന് വലിയൊരു പ്രൊമോഷൻ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികൾക്ക് സമയമില്ല എന്നുള്ള ഒരു കാര്യങ്ങളും കൂടിയുണ്ട്. ഇങ്ങനെയുള്ള 2 അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും. ഈ രണ്ടും ഇതിൽ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സാർ, ഇത് ഏത് ഏജിലും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ കരാട്ടെ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറേ ബെൽറ്റ്സ് ആണ്, ബ്ലാക്ക് ബെൽറ്റ് ആണ് നമ്മളൊരു ടോപ്പ് മോസ്റ്റ് ആയിട്ട് പറയുന്നത്. അതേപോലെ കളരിയിൽ എങ്ങനെയാണ് ഇതിന്റെ കളരികളിൽ ബെൽറ്റ് സിസ്റ്റം ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി. ഇത് പുറമേ ഉള്ള ഒരു ആളുകൾക്ക് കാണിക്കാനല്ല, കളരികളിൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇത് ഈ ഒരാൾ ഇപ്പോൾ ഒരു കെട്ടുകാരി, ഒരു ലോങ് സ്റ്റിക്ക്, അതാണ് ഫസ്റ്റ് വെപ്പൺ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഒരു വെപ്പൺ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം അയാളുടെ ഒരു സ്റ്റേജ് ഗ്രേഡ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഒരാൾ കട്ടാരം എടുത്തു, അല്ലെങ്കിൽ ഒരു വാളും പരിചയം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉറുമിയിലുള്ള സ്റ്റേജിലേക്ക് പോകും. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴാണ് ഓരോ ആയുധം കൊടുക്കുന്ന ഓരോ സ്റ്റേജ് കഴിയുമ്പോഴാണ്. നമ്മളിപ്പോൾ ഒരു മെയ്ത്താരി ബോഡി കൺട്രോൾ എക്സസൈസ് ഒരുവിധം ഒരു സ്റ്റേജിൽ എത്താൻ തന്നെ പറയാൻ നമുക്ക് ഒരു 2 വർഷം മിനിമം വേണം. കോൽത്താരി വുഡൻ വെപ്പൺസ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. കോൽത്താരിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് സ്റ്റിക്ക്, 2 ഇയേഴ്സ് വേണം വുഡൻ വെപ്പൺസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മെയ്ത്താരി ബോഡി കൺട്രോൾ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കോൽത്താരിയിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുകാരി, ചെറുവാടി, ഒറ്റക്കോല്, ഗത, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ആ ഒരു സ്റ്റേജൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ മിനിമം ഒരു 4 വർഷം എടുക്കും. പിന്നെ അങ്കത്താരിയിലുള്ള മെറ്റാലിക് വെപ്പൺസ്, അതിൽ പറഞ്ഞ കട്ടാരം, വാളും പരിച, കുന്തം, ഉറുമി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ഇതും ഒരു 4-5 വർഷം എടുക്കും. ശരിക്ക് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. ശരീരത്തിലെ മർമ്മശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രോപ്പറായിട്ടുള്ള എനോട്ടമി പഠിപ്പിക്കണം. ബോഡി എനോട്ടമി അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും നമ്മൾ എന്താ മാംസമർമ്മം എന്താ പറഞ്ഞാൽ അറിയില്ല, സ്നായുമർമ്മം അല്ലെങ്കിൽ ശിരാമർമ്മോ സന്ധിമർമ്മോ അസ്ഥിമർമ്മോ ഇതൊന്നും പറഞ്ഞാൽ അറിയില്ല. പ്രോപ്പറായിട്ട് നമുക്ക് എനോട്ടമി, കാരണം നമ്മൾ ഈ മർമ്മത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുമല്ലോ. മർമ്മത്തിൽ നമ്മൾ കാരണം ചൂണ്ടുവരലൊക്കെ നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ ചെയ്ത സാധനങ്ങളാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞ ഫിലിംസിൽ ആ രീതികളിൽ കാണിക്കുക. പക്ഷേ ഓരോ മർമ്മസ്ഥാനങ്ങളും നമ്മൾ ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ബോഡിയിൽ. അത് നമുക്ക് പറഞ്ഞാൽ നമ്മളെ പോയിന്റിങ് ഫിംഗർ ഉപയോഗിച്ചാൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും ഓരോ ചില ഭാഗങ്ങളിൽ. പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല.
കുറേ പറഞ്ഞാൽ ഡീപ്പായിട്ട്. അപ്പോൾ അതിനെല്ലാം പ്രയോഗിക്കുന്ന രീതി നമ്മൾ ചിലതിന് മുഷ്ടി പ്രയോഗിക്കണം, അല്ലെങ്കിൽ എൽബോ പ്രയോഗിക്കണം, അല്ലെങ്കിൽ നീ വേണം, മുട്ട. അതിന് എന്താ പറഞ്ഞാൽ ഈ ഡീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക് പ്രയോഗിക്കണമെങ്കിൽ അത്രയും ഹാർഡായിട്ട് പ്രയോഗിക്കണം. ഓരോ മർമ്മസ്ഥാനങ്ങളും പ്രയോഗിക്കേണ്ട രീതികളുണ്ട്. ഈ ഓരോരുത്തരുടെയും മർമ്മസ്ഥാനങ്ങൾ വ്യത്യസ്തമായിരിക്കും, ഓരോ ബോഡിയുടെയും. ഓരോ ബോഡിയിലെ മർമ്മസ്ഥാനങ്ങളുടെ വ്യത്യാസമല്ല. ഈ മർമ്മസ്ഥാനങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞെങ്കിൽ അസ്ഥി മർമ്മം എന്ന് പറഞ്ഞാൽ അത് ബോണിൽ ഇന്ന ഭാഗത്ത് തന്നെയായിരിക്കും അതുണ്ടാകുക. ജോയിൻസിലെ ഇപ്പൊ എന്ന് പറഞ്ഞെങ്കിൽ അതിലുള്ള മർമ്മം എന്ന് പറഞ്ഞാൽ ആ ജോയിന്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. പിന്നെ ആളുകളുടെ ശരീരഘടന നോക്കിയിട്ടാണ്. ഒരാൾ വളരെ ലീൻ ആയിട്ടുള്ള മെലിഞ്ഞ ഒരു ശരീരപ്രകൃതമാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ നമ്മൾ ഇത്ര പ്രഷറിൽ നമുക്കത് പ്രയോഗിക്കാൻ പറ്റും. അത് അയാൾ വളരെ ഫാറ്റി ആയിട്ടുള്ള ഒരു ബോഡി ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല മസ്കുലർ ബോഡി ആണെങ്കിലും അതിന് പ്രയോഗിക്കേണ്ട പ്രഷർ വ്യത്യാസം ഉണ്ടെന്നോ. അല്ലാതെ മർമ്മങ്ങളെല്ലാം ശരീരത്തിൽ ഒന്നായിരിക്കും. ഹ്യൂമൻ ബോഡിയിലുള്ള മർമ്മം എപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും. അതിന്റെ പ്രയോഗിക്കേണ്ട രീതി വ്യത്യാസം ഉണ്ട്. അല്ല നമ്മൾ ഒരു ലീൻ ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ പ്രയോഗിക്കുന്ന പ്രഷറിൽ നല്ല മസ്കുലർ ബോഡിയുള്ള ഒരാളുടെ ശരീരത്തിൽ പ്രയോഗിച്ച് ഇഫക്റ്റ് ആവില്ല. സാർ നേരത്തെ ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അപ്പം നേരത്തെ ഈ ഇതുപോലെയുള്ളവരൊക്കെ ഈ 4 to 5 years ഒക്കെ എക്സ്പീരിയൻസ് കഴിഞ്ഞ ആളുകളാണ്. അതെ. അപ്പോൾ സാർ അതിലൊരു ആക്ഷൻസ്, അതായത് ലയണെ പോലെ സ്നേക്കിനെ പോലെയുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു. ശരിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? അത് നമ്മളെ പൂർവീകർ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ കളരിപ്പയറ്റിനുള്ള സാധനം ചിട്ടപ്പെടുത്തി എടുക്കുമ്പോഴേ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർ കണ്ട് മനസ്സിലാക്കിയ കുറെ ഫൈറ്റിംഗ് ആസ്പെക്ട് പറഞ്ഞാൽ പക്ഷി മൃഗാദികളിൽ നിന്നാണ്. മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു വാൾപ്പയറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലിയങ്കം എന്ന് പറയും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലിയുടെ അതെങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അതിന്റെ രീതിയിൽ അതിന്റെ ചാട്ടവും അടിയും അതിന്റെ പ്രയോഗങ്ങളൊക്കെ ആ രീതിയല്ല. അതേപോലെ കുക്കുട അംഗം എന്ന് പറയും, നമ്മൾ ഒറ്റക്കോലിൽ ചെയ്യുന്നത്. അത് കോഴി അംഗം ചെയ്യുന്ന രീതികളിലുള്ള രീതിയാണ്. അതിന്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഓരോ സാധനത്തിൻ്റെതും അത് അഡോപ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ആൾക്കാർ നമ്മളെ ഋഷികളുടെ കാലത്ത് നമ്മളിപ്പോൾ പരശുരാമനിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പഴയ ഋഷിമാരൊക്കെ ഈ കളരി ഇത് പറഞ്ഞാൽ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തത്. കാരണം ഒരു കാട്ടിക്കൂടെയുള്ള യാത്രകൾ കാര്യങ്ങളൊക്കെ അതിലൂടെ പറഞ്ഞാൽ നമ്മൾ പിടിച്ചു പറിക്കാരും അല്ലെങ്കിൽ പറഞ്ഞാൽ തീഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ ആനിമൽസിന്റെ അറ്റാക്ക് ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് അത് ഏത് രീതിയിൽ അവർക്ക് ഇത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവർ ഇതെല്ലാം കളരിപ്പയറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി എടുത്തത്. കാര്യം പിന്നെ ഈ ആനിമൽ പോസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻസാണ് കളരിയിലുള്ളത്. ഓരോ കാര്യത്തിനുണ്ട്. ഇപ്പോൾ ഗജവടി എലിഫന്റ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഗജവടി അതിന് സർട്ടൻ മെഷർമെന്റ് ഒക്കെ ഉണ്ട് അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്നൊരു പോസ്റ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ആ സാധനത്തിൽ അമർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ ആനയുടെ ശക്തി എന്നാ പറയാം. നമ്മളൊരു ആ ഒരു അമർച്ചയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റുള്ള ഒരു 3 ആളെ നമ്മുടെ പിന്നിൽ കയറ്റിയാൽ അനങ്ങില്ല നമ്മൾ. അതേപോലെ അശ്വവടിവ് എന്ന് പറയും, ഹോസ് പോസ്റ്റർ. അതിന്റെ പറഞ്ഞെങ്കിൽ അശ്വത്തിന്റെ ആ ഒരു പോസ്റ്ററിൽ കറക്റ്റായിട്ട് നമ്മൾ അമർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നീക്കാൻ സാധിക്കില്ല. അതേപോലെ ലയൺ പോസ്റ്റർ, സിംഹ വടിവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോസ്റ്ററിൽ അമർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ആയിട്ടുള്ള വൈറ്റൽ സ്പോട്ട്സ് ഒക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് നമ്മൾ ഒരു ഒപ്പോണന്റിന്റെ മുമ്പിൽ നിൽക്കുക. അതിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ദൃഷ്ടി ഉറപ്പിക്കും. നമ്മൾ മെയ്യഭ്യാസം കഴിഞ്ഞ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കഴിഞ്ഞാൽ കോൽത്താരി വുഡൻ വെപ്പൺസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുകാരി എന്നുള്ള ആയുധമാണ് ആദ്യം പഠിപ്പിക്കുക. അതിൽ പഠിപ്പിക്കാൻ തന്നെ ആദ്യം ദൃഷ്ടിയെ ഉറപ്പിക്കുന്നത്. നമ്മൾ അതിൽ അമർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പോണന്റിന്റെ കണ്ണ് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അയാൾ അടി എവിടുന്ന് വരുന്നതെന്ന് നോക്കാൻ പാടില്ല. കണ്ണ് നോക്കിയിട്ട് അത് റീഡ് ചെയ്യണം എങ്ങനെയാണുള്ള മൂവ്മെന്റ് എന്നുള്ളത്. അത് എവിടെ അടിക്കണോ തടുക്കണോ പറഞ്ഞാൽ നമ്മൾ അവിടെ നോക്കിയിട്ട് വേണം മാത്രം, അല്ലാതെ വേറെ എവിടെയും നോക്കൂല. അവിടെ നോക്കിയിട്ട് പഠിപ്പിക്കുക. അതാണ് ദൃഷ്ടി ഉറപ്പിക്കുക. അതാണ് ഈ കെട്ടുകാരി തന്നെ. അടി പ്രോപ്പർ ആയിട്ടുള്ള ഒഫൻസും ഡിഫൻസും അതിൻ്റെ ഒപ്പം തന്നെ ദൃഷ്ടി ഉറപ്പിക്കുക. അങ്ങനെയുള്ള കാര്യം. പിന്നെ നമ്മൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ സർപ്പത്തിൻ്റെ ഒക്കെ പറയാം, അത്രയും ഫ്ലെക്സിബിലിറ്റി വേറെ ഒരു ആനിമൽസിന്റെ വേറെ ഒന്നിനും കിട്ടില്ല. അതിന്റെ വഴക്കം നമ്മുടെ ശരീരത്തിൽ വരാൻ മെയ് വഴക്കം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുന്നതിലാണ്. അത് കുറേ കുംഫുക്കാരും അത് കുറേയൊക്കെ മീൻസ് പറഞ്ഞെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കളരിയിൽ കുറെ ആനിമൽ പോസ്റ്റേഴ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് സ്നേക്ക് പോസ്റ്റേഴ്സ് അതിൻ്റെ ഒപ്പം പിന്നെ അവർ പിന്നെ കുറെ കൂടി പേരിന് അതും ഇതൊക്കെ ആയിട്ട് കുറേ അവരെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുംഫുവിന് നല്ല പ്രൊമോഷനാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രൊമോഷനാണ്. അവർ വേൾഡ് വൈഡ് ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ലോകം എവിടെ പോയാലും ചെറിയ കുംഫു സെന്റേഴ്സ് കാണാം. അതിന്
അത്രയും പ്രൊമോഷൻ അവർ കൊടുത്തു. നമുക്ക് കളരിപ്പയറ്റിന് ആ ഒരു പ്രൊമോഷൻ നമ്മൾ കേരളത്തിൽ ഇപ്പോഴും ഒതുങ്ങി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ അതർ സ്റ്റേറ്റിലൊക്കെ പറഞ്ഞ് കളരിപ്പയറ്റിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൊണ്ടുവന്നു. കാരണം കളരിപ്പയറ്റിനെ സ്റ്റേറ്റ് ലെവലിൽ വരെ അച്ഛനും ഗോവിന്ദൻകുട്ടി ഗുരുക്കൾ ട്രിവാൻഡ്രത്തിലെ രണ്ടുപേരും കൂടി ആയിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മളെല്ലാം അതിലുണ്ട്. മീൻസ് പറഞ്ഞാൽ ഇപ്പം പൂന്തറ സോമൻ ഗുരുക്കൾ എന്ന് പറഞ്ഞിട്ട് നാഷണൽ ലെവലിലേക്ക് പറഞ്ഞ് നമുക്കൊരു 20 സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഞാൻ ആ കളരിപ്പയറ്റ് ഫെഡറേഷൻ്റെ ടെക്നിക്കൽ ഡയറക്ടറാണ്, ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ്റെ. ഞാൻ പറയാം, അങ്ങനെയുള്ള ആളുകൾ നമ്മളെല്ലാം കൂടി ഒരു പ്രൊമോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പലയിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കളരിപ്പയറ്റ് ഇങ്ങനെയുള്ള രീതികളിൽ. പക്ഷേ ഈ ഒരു സാധനങ്ങളാണ് കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആനിമൽ പോസ്റ്റേഴ്സൊക്കെ നമ്മൾ കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ബാക്കിയുള്ളതിലൊക്കെ കുറേ കാണാം, പക്ഷേ ഈ കളരിപ്പയറ്റിൽ വളരെ അതിൻ്റെ എല്ലാം സയൻറ്റിഫിക് വശങ്ങളുണ്ട്. നമ്മൾ കളരിപ്പയറ്റ് നമ്മളിപ്പോൾ ആയുധങ്ങളൊന്നും എടുക്കേണ്ട ഒരാളൊരു പ്രതിയോഗിയുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടി നമ്മളൊരു മെയ്പ്പായിട്ട് മാത്രം പഠിച്ചാൽ മതി. ഒരു മെയ്യഭ്യാസത്തിൽ ഒരു മെയ്പ്പായിട്ട് പഠിച്ചാൽ അതിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒഫൻസും ഡിഫൻസും ഉണ്ട്. നമ്മൾ ഒരു ആയുധം എടുക്കേണ്ട ആവശ്യമില്ല, ഒരു ആയുധത്തിലേക്കും പോകണ്ട, അതിൽ മതി. ആ സാധനത്തിൽ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധനം അതിലുണ്ട്. ഇതിനൊരു സയന്റിഫിക് വശം ഉണ്ടെന്നാണല്ലോ. അപ്പോൾ വായ്ത്താരി എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? വായ്ത്താരി എന്ന് പറഞ്ഞാൽ ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾസിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ വായ്ത്താരി എന്ന് പറഞ്ഞാൽ എല്ലാ ആയുധങ്ങൾക്കും നമുക്ക് പറഞ്ഞെങ്കിൽ ഇത് ഒരു ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് പഠിപ്പിക്കുന്ന സമയത്ത്. ഇപ്പം മെയ്യഭ്യാസത്തിലായാലും ഉണ്ട്, നമ്മൾ അമർച്ചയിലെടുത്ത് വെച്ച് വലത്ത് കൊണ്ട് ചോട്ടി വലത്ത് വഴിയോട്ട്. പക്ഷെ ഇങ്ങനെ വേറൊരു മാർഷൽ ആർട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഇത്ര ഇതൊന്നുമില്ല, ഇങ്ങനെയുള്ള രീതിയിൽ പഠിപ്പിക്കുന്നില്ല. അത് 1 2 3 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കറാത്തയിൽ പഠിപ്പിക്കുന്നത്, അല്ലാതെ കുറെ എന്തെങ്കിലും സൗണ്ട്സ് മാത്രം കൊടുത്തിട്ട്. ഇത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞെങ്കിൽ ചിട്ടപ്പെടുത്തിയ സാധനം. നമ്മൾ ആയുധങ്ങൾ എടുത്തു കഴിഞ്ഞാലും മെയ്പ്പായിട്ടായാലും ബോഡി അത് എന്താണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ നമ്മൾ ചിട്ടപ്പെടുത്തി പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ കോൽത്താരി ഇപ്പം വുഡൻ വെപ്പൺസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളവിന് ചേർന്ന് തട്ടി അത് ഓരോ ഭാഗത്ത് അടിക്കുന്നത്, വലത്ത് ബുക്ക് വാരിക്ക് അടിക്കുന്നത്, വലത്ത് ബുക്ക് വലത്ത് കാല് കയറി തടുത്ത് മാറി, അത് കറക്റ്റായിട്ട് എങ്ങനെ ഒഫൻഡ് ചെയ്യണം, എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, ഇത് പറഞ്ഞ് പഠിപ്പിക്കുക. അതെന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അറപ്പ് അടവ് എന്നൊക്കെ പറഞ്ഞു, അത് 18 അടവ് പറയുമ്പോൾ അറപ്പ് പറയും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഓരോ സാധനത്തിലും 12 അടവ് മീൻസ് 18 അടവ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓരോ ആയുധത്തിലുണ്ട്. അല്ല 18 അടവ് പഠിച്ചാൽ അങ്ങനെയുള്ള രീതിയല്ല. ഓരോ ആയുധങ്ങൾക്കും ഓരോ അടവിൻ്റെയും അറപ്പിൻ്റെയും പ്രയോഗങ്ങളുണ്ട്. അത് കറക്റ്റായിട്ട് പഠിപ്പിക്കുക. അത് ആ വായ്ത്താരി പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വായ്ത്താരി ഇല്ലാതെ നമുക്ക് ഇനീഷ്യലി എല്ലാം പഠിപ്പിക്കുന്ന വളരെ ചിട്ടയാണ്. എന്താ പറഞ്ഞാൽ മേജർ ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒന്ന് ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക, മറ്റേത് 2 പ്രോപ്പറായിട്ട് ഇന്നതെന്ന് ഓരോന്നിലും ഇന്ന രീതി എന്ന് പറയുന്നുണ്ട്. ഒരു ഗജവടിയിൽ പറഞ്ഞെങ്കിൽ മുട്ടി ചുരുട്ടി ഒടയിൽ താഴ്ന്ന് അമർന്നെന്ന് പറഞ്ഞാൽ ആ ഒടയിൽ താഴ്ന്ന് തന്നെ അമരണം, എന്നാൽ മാത്രമേ ആ അറപ്പാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഇതായി വരുള്ളൂ. അതുകൊണ്ട് വായ്ത്താരിക്ക് വലിയ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാ ആയുധങ്ങളും പഠിപ്പിക്കുന്ന ആദ്യം വായ്ത്താരിയില്ല, അത് അഡ്വാൻസ് കഴിഞ്ഞ് അത് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് വായ്ത്താരി റൂൾസ് വിത്തൗട്ട് റൂൾസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി ട്രെയിൻ ആയി വരാൻ നമ്മളെ ഒരു മസിൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതെ, മസിൽ മെമ്മറി മീൻസ് പറഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് അത് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ ഇങ്ങനെയാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ രീതിയിലുള്ള തടവ് വരും. സാർ, അപ്പോൾ എനിക്കൊരു സംശയം കൂടി സാർ. ഈ ഒരു അടവുകൾ പഠിച്ച ഒരാൾക്ക് മാത്രം, അതായത് നമ്മൾ പഠിച്ച അടവുകളല്ലാതെ വേറൊരു അടവ് വന്നാൽ ശരിക്കും കളരി അറിയുന്ന ഒരാൾക്ക് അങ്ങനെ തടുക്കാം. ഞാൻ അതാണല്ലോ പറഞ്ഞത്, ഇനീഷ്യലി ഒരു കുട്ടീനെ പഠിപ്പിക്കാനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ആൽഫബറ്റ് നിങ്ങൾ എന്തിനാ എഴുതി പഠിപ്പിക്കുന്നത്? നിങ്ങൾ ABCD എഴുതി പഠിപ്പിക്കുന്നില്ല, എന്ന രീതിയിൽ എഴുതിയെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നില്ലേ? ആ രീതി തന്നെയാണ് നമ്മൾ കളരിയിലും പഠിപ്പിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഓരോ സാധനങ്ങൾ കറക്റ്റായിട്ട് ഇന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാളെ എന്നെ അടിക്കുകയാണ്, ഞാൻ ആ രീതിയിൽ കറക്റ്റായിട്ട് എൻ്റെ കൈ വരും. ഓക്കെ, ആ ദൃഷ്ടി അവർക്ക് ഓട്ടോമാറ്റിക്. ഞാനൊരു വീഴുകയാണ്, പെട്ടെന്ന് നമ്മളൊരു ഇരുത്തിക്കാല് പ്രാക്ടീസ് ചെയ്തു, അല്ലെങ്കിൽ കളരിയിൽ കുറേ ചാട്ടങ്ങളുണ്ട്, 360 തിരിഞ്ഞ് ചാടി മലർന്ന് ചാടി. നമ്മളൊരു പൂച്ചയെ എറിഞ്ഞാൽ എങ്ങനെയാണ് ലാൻഡ് ചെയ്യുക, ഈ സാധനങ്ങളൊക്കെ നമ്മൾ കളരിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനാണ് തിരിഞ്ഞ് ചാട്ടം, മലർന്ന് ചാട്ടം. 360 ആയാലും 180 ആയാലും കുറേ ടേൺ ഉണ്ട്. എങ്ങനെ ലാൻഡ് ചെയ്താലും 4 കാലിൽ വീഴണം, പൂച്ച വീഴുന്ന പോലെ. കാരണം അതൊക്കെ ആ കളരിയിൽ പഠിപ്പിക്കുന്ന കുറേ സാധനങ്ങളാണ്. അങ്ങനെയുള്ളൊരു സാധനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീഴുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട നീ ഇന്ന രീതിയിൽ വീഴണം, അല്ലെങ്കിൽ അത് പഠിപ്പിക്കണ്ട നീ ഇതിൽ വീഴണം എന്നല്ലേ. അതൊരു ഗുരുനാഥൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയാലും അയാൾ വീഴും, അല്ലെങ്കിൽ കളരിയിൽ ഒരു ഇരുത്തിക്കാല് അത് ചെയ്താൽ നിങ്ങൾ ഏതൊരു സ്ലിപ്പറിയിൽ അറിയാതെ പോയിട്ട് വീണ് പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ അറിയാതെ വീണ് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കൈയും കാലും ഒക്കെ വന്നിരിക്കും. തലയെ അടിക്കില്ല, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും അടിക്കില്ല. ഇതൊക്കെ അതിനാരും പഠിപ്പിക്കണം, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. സബ്കോൺഷ്യസ്ലി അങ്ങനെ ആവുന്നുള്ളൂ. അത് നമുക്ക് ഇവിടെ വരും.
നിങ്ങൾ ആരും ഒരു അതാണ് നമ്മൾ കളരിയിൽ ഒരു നേർക്കാല് പഠിപ്പിക്കുന്നത്. കളരിയിൽ ഒന്നാമത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നേർക്കാൽ കുറേ കാലുകളെ കൊണ്ടുള്ള വ്യായാമങ്ങൾ പഠിപ്പിക്കുന്നത്. അത് നേർക്കാലിന് ഒന്നാമത് തന്നെ കാല് കിക്ക് ചെയ്യുന്നത്. അത് കിക്ക് ചെയ്യുക പറഞ്ഞാൽ അത് കിക്കിന് മാത്രമല്ല, നമ്മളെ ബോഡി പ്രോപ്പറായിട്ട് ആ ലൈൻ ആൻഡ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. കാല് മാത്രമേ പോകണല്ലോ. അതേപോലെ തന്നെ നമ്മൾ പാദം ശരിക്കും ഉറച്ചിട്ടായിരിക്കണം. ഉപ്പുറ്റിയും പെരുവരലും അത് അമർത്തിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പല്ലി നിൽക്കുന്ന പോലെ മീൻസുണ്ടെങ്കിൽ അതിനെ അമർത്തി കാല് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അനങ്ങൂല. നിങ്ങൾ ഏത് സ്ലിപ്പർ ഏത് വെള്ളത്തിൽ കൂടി ഏത് ഒഴുക്ക് കൂടെ പോയാലും നിങ്ങളെ കാലവിടെ നീങ്ങൂല. അതിൽ മൂവ് ചെയ്തിട്ട് കാല് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് പഠിപ്പിക്കുക. അതിൽ നിന്ന് നിങ്ങൾ അനക്കാൻ സാധിക്കും. അതേപോലെ പോസ്ചറിൽ നിന്നാണ്. സാർ നേരത്തെ പറയണ്ടായി മിത്ത് സിനിമയിൽ ജാക്കി ചാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും ഏത് കളറി മൂവ്മെന്റ് അല്ലെങ്കിൽ ഏതൊരു വെപ്പൺ ട്രെയിനിങ് വന്നപ്പോഴാണ് ജാക്കി ചാൻ പറഞ്ഞത് ദിസ് ഈസ് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത്? ജാക്കി ചാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജാക്കി ചാനെ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയില്ല. ജാക്കി ചാൻ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. അയാളെ പറ്റി എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. പക്ഷേ ജാക്കി ചാന് കളറിപ്പയറ്റിനോട് വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ദ മിത്ത് എന്ന് പറഞ്ഞ മൂവി വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളടുത്ത് പറഞ്ഞാൽ ട്രിവാൻഡ്രം നമ്മളെ CVN കളറിൽ സത്യനാരായണ അടുത്ത് വന്നു. അങ്ങനെ അവർക്ക് ഒരു എൻക്വയറി വന്നു. അത് ഗവൺമെൻറ് ത്രൂ തന്നെയാണ് വന്നത്. കാരണം ഇങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ കളരികൾ ചെയ്യാനുള്ള അവർക്ക് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ വന്നു, സംസാരിച്ചു. അങ്ങനെയാണ് സ്റ്റാലിൻ വരുന്നത്, ഡയറക്ടർ വന്നത്. ഡയറക്ടർ ഇത്രാം തീയതി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും ട്രിവാൻഡ്രം CVN കളരി, ഞാനും ബ്രദേഴ്സും എല്ലാമായിട്ട് ട്രിവാൻഡ്രം CVN കളരിയിൽ പോയി. സത്യനാരായണ ഗുരുക്കളും നമ്മളെല്ലാം ഇരുന്ന് നമ്മൾ സംസാരിച്ച് അവർക്ക് അവർ സ്ക്രിപ്റ്റ് പറഞ്ഞു. ഈ ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളരിപ്പയറ്റ് എന്താണ്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെ സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കളരിപ്പയറ്റ് കളരിയിലെ പ്രാക്ടീസ് വേറെ, ഫിലിംസിൽ. അപ്പോൾ അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കൊറിയോഗ്രാഫി നമ്മൾ അവിടെ തന്നെ ചെയ്തു. അവർ ഷൂട്ട് ചെയ്ത് പോയി കാര്യങ്ങളായി. ജാക്കി ചാനായിട്ട് സംസാരിച്ചു. ജാക്കി ചാൻ കൺവിൻസ്ഡ് ആയി. മീൻസ് പറഞ്ഞാൽ പറഞ്ഞു എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ഷാങ്ഹായ് പോയി. അവിടെ പോയിട്ട് അവരായിട്ട് ഈ ഫൈറ്റിൻ്റെ സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയായിട്ട് ചെയ്തു. ജാക്കി ചാൻ അയാൾ ആ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഒന്നാമത് മാർഷൽ ആർട്ട് അയാൾ ആ രീതിയിൽ വന്നതാണ്. ജാക്കി ചാനിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഫൈറ്ററായിട്ട് വന്നു. അങ്ങനെയാണ് പിന്നെ ഫൈറ്റ് മാസ്റ്ററായ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ രീതിയിൽ വന്നിട്ടാണ് അറിയാലോ. നമ്മൾ ബ്രൂസ് ലീ ഫിലിമിലൊക്കെ ജാക്കി ചാൻ്റെ അറിയാലോ നോക്കിയിട്ട് പറഞ്ഞാൽ അങ്ങനെ വന്നത്. അപ്പോൾ അയാൾക്ക് ആ ഒരു റെസ്പെക്ട് കളരിപ്പയറ്റ് ഇങ്ങനെ വന്നതാണ്, ബാക്കിയുള്ള കുംഫു അല്ല അതിൽ നിന്ന് വന്നതാണല്ലോ, അതിന് പൂർണ്ണമായിട്ടുള്ള അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ നമ്മളോടുള്ള സംസാരിച്ചതും ചെയ്തതും ഒക്കെ ആയിട്ട് വന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ അവരെടുത്ത് നല്ല ക്യാരക്ടറാണ്. മീൻസ് പറഞ്ഞാൽ നമ്മളല്ലാത്ത ഒരു ജാടിയോ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം ഒരു ഹോട്ടലിൽ തന്നെ ഒന്നിച്ചിട്ട് സ്റ്റേ ചെയ്തു കാര്യങ്ങളായിട്ട് എല്ലാ സംഭവമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നതും ചെയ്തതും ഒക്കെ അങ്ങനെയാണ്. അയാൾ വളരെ പറഞ്ഞാൽ അത് സന്തോഷത്തോടു കൂടി ഇതാക്കിയിട്ടുണ്ട്. അതിൽ ജാക്കി ചാനെ കൂടെ ഒരു ചെറിയൊരു വാക്ക് മലയാളത്തിൽ പറയാനും കൂടി എനിക്ക് സാധിച്ചു. ക്ഷമിക്കാതൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫൈറ്റിൽ ചെറിയ അല്ല വലിയൊരു ഭാഗ്യമായിരിക്കും. ജാക്കി ചാൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മാർഷൽ ആർട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം. വളരെ സിമ്പിളായിട്ട് അത് എല്ലാം ചെയ്ത് സിമ്പിളായിട്ട്. കാരണം അയാൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ അയാളെ പഠിപ്പിച്ചു. നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്തു. എന്താ സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഫൈറ്റിന്. അതെല്ലാം എല്ലാവരും ഒപ്പം ഉള്ള ചെയ്യാനുള്ള സാധനങ്ങൾ അദ്ദേഹത്തിനെ പഠിപ്പിച്ചു. 2 ദിവസം നമ്മൾ അതിനായിട്ട് തന്നെ പ്രാക്ടീസ് ട്രെയിനിങ് കൊടുത്തു. അതിന് ശേഷം ഷൂട്ടിലേക്ക് പോയി. പിന്നെ ഷൂട്ടിംഗ് ടൈമിലെ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പോയി. അദ്ദേഹത്തിനെയൊക്കെ പഠിപ്പിക്കാനും ചെയ്യിക്കാനും വളരെ എളുപ്പമാണ്. നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ പോലെയല്ല. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ ഇയാൾ ഇതിനായിട്ട് തന്നെയല്ലേ ആക്ഷൻ മൂവി തന്നെയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അതിൽ തന്നെയായിട്ട് ചെയ്യുക. അതുകൊണ്ട് അവരോടൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ അല്ലാതെ ആൾക്കാരിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ മൂവീസിലേക്ക് വരുമ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെ ഷാരൂഖ് ഖാൻ, രൺവീർ സിംഗ്, ഷാഹിദ് കപൂർ ഇങ്ങനെ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആരായിരുന്നു ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്? ആക്ച്വലി എല്ലാവരും ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഓരോ ആളുകൾക്കും ഉണ്ടാകും. കുറേ പേര് കുറേ ഫ്ലെക്സിബിൾ ആയിരിക്കും. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. പക്ഷേ അല്ലാത്ത ഫിറ്റ്നസ് സൈഡിലൊക്കെ കുറേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇവരൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവരെല്ലാം പഠിപ്പിക്കണേ ഒന്ന് സ്ക്രിപ്റ്റ് ഇവർക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യാം. അല്ലാതെ കളരിപ്പയറ്റിൻ്റെ ഏതെങ്കിലും വശങ്ങൾ നമ്മൾ അവരെ ചെയ്തിട്ട് കാര്യമല്ല. അപ്പോൾ ഒരു വ്യക്തി നമ്മൾ വരുന്ന ഒരു ആർട്ടിസ്റ്റ് അത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ആ ഒരു കോറിയോഗ്രാഫി നമ്മൾ ആരായാലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മമ്മൂക്കൊക്കെ ചെയ്താലും അല്ലെങ്കിൽ അലേട്ടനെ ചെയ്താലും ഇനി അല്ല വേറെ ആർക്ക് ചെയ്താലും എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഷാറൂഖ് ഖാൻ ചെയ്താലും അല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ വിക്കി കൗശലായാലും അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്താലും ചാവാ മൂവിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം രൺവീർ സിംഗ് ആയാലും ആർക്കായാലും ഇവർക്കൊക്കെ ദീപിക പദുക്കോൺ എല്ലാവരും ചെയ്തു, കരീന ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ എല്ലാവർക്കും അവരുടേതായ കുറേ കാര്യങ്ങൾ. ലേറ്റസ്റ്റ് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ചീന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാമായണം പറഞ്ഞൊരു മൂവീൻ്റെ ഒരു
സാധനം. അതിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്ത ഒരു സോങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്, ഫൈറ്റിലേക്ക് പോയിട്ടില്ല. അതിൻ്റെ ആ സാധനത്തിൽ കുറച്ച് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു, ആ സാധനങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ആവിനുള്ളൂ കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. രാമായണ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്, ഹൈയസ്റ്റ് ബഡ്ജറ്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അതിലെങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളല്ല നമ്മളിപ്പോൾ ആ ഒരു ഭാഗങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതിലേക്ക് പോയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു വന്നു. അത് ചെന്നൈയിൽ വെച്ചിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഇന്ത്യയിലുള്ള എല്ലാവരും ശരിക്കും രാമായണ. അതുപോലെ ലോകത്ത് ഒരുപാട് ആരാധകരുള്ള സെലിബ്രിറ്റീസിനെ കളരിയിലേക്ക് ഇറക്കുന്ന സമയത്ത് അവരുടെ ഈഗോ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഒരു 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 എന്താ പറയാ, അതെ ഒരു വലിയ ടാസ്ക് ആയിരിക്കില്ലേ? അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അയ്യോ, അങ്ങനെയുള്ളൊരു രീതിയൊന്നും എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇത് ഒരു പഠിക്കാൻ വരുമ്പോൾ എല്ലാവർക്കും നന്നായി ചെയ്യണമെന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും വരുന്നത്. കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ ഭാഗം എല്ലാവരും ഈ എന്തിലേ വരും, ഒരു കളരിയുടെ ഭാഗമാണ് ഞാൻ ചെയ്യാൻ പോണേ. അവർ അതിൻ്റെ മുന്നേ തന്നെ മറ്റുള്ള ആർട്ടിസ്റ്റ് എന്താ ചെയ്തത് ഇതൊക്കെ അവരെന്തായാലും മനസ്സിലാക്കിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർ മാക്സിമം സഹകരിച്ച് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ഇതിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് പറയാൻ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ടാസ്ക്. ഈവൻ ഫീമെയിൽ ആയിട്ടുള്ള ആക്ട്രസ് അവർ പോലും ഇല്ലേ സെലിബ്രിറ്റീസ്? ഇപ്പം ദീപിക ദീപിക ചെയ്തു, കരീന ചെയ്തു, അങ്ങനെ കുറെ ഇപ്പം മലയാളത്തിൽ. അത് രണ്ടും വ്യത്യസ്തമായിട്ടാണോ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുക? അതൊക്കെ ആൾക്ക് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദീപികയൊക്കെ ചെയ്തു, ദീപികയൊക്കെ നന്നായിട്ട് ചെയ്തു. ദീപിക കുറേ പറഞ്ഞെങ്കിൽ ഷട്ടിലെല്ലാം കുറേ പ്രാക്ടീസ് ആകും, ഫിസിക്കൽ സൈഡ് കുറേ കൂടി ഒരു ഫിറ്റ് ആയിട്ടുള്ള പ്രകാശ് പതുക്കോണ്ട് ആണല്ലോ. അപ്പോൾ അവിടെ തന്നെ ഇവിടെ തന്നെ ഷട്ടിലൊക്കെ കുറേ പ്രാക്ടീസ്, ഇവിടെ ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ് ദീപിക ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഈവൻ നമ്മൾ കരീന അശോകയിൽ ചെയ്യുന്ന ടൈമിലൊക്കെ തന്നെ കരീനൊക്കെ നന്നായിട്ട് ഇവരൊക്കെ ഇപ്പോൾ ഈവൻ ഷാറൂഖ് ഖാനൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. സന്തോഷ് ചേട്ടനായിരുന്നല്ലോ ആ സാധനങ്ങൾ ചെയ്തത്. അപ്പോൾ സന്തോഷ് ചേട്ടനെ പറഞ്ഞു സുനിലെ പഠിപ്പിച്ചിട്ട് നന്നായിട്ട് ചെയ്ത. അപ്പോൾ ഷാറൂഖ് അതേപോലെ തന്നെ അതിന് വേണ്ടി നിന്നിട്ടുണ്ട്. കാരണം എന്താ ചെയ്യാൻ വേണ്ടി റെഡിയായിരുന്നു. രൺവീർ സിംഗിൻ്റെ ഒക്കെ വൈറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിയാകുമ്പം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാ. നമ്മൾ സ്റ്റുഡിയോയിൽ രാവിലെ 6 മണിയാകുമ്പോൾ റെഡിയാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദീപികയൊക്കെ പിന്നെ ഈവനിങ് ആയിരുന്നു. രൺവീർ സിംഗ് ഒക്കെ രാവിലെ 6 മണിക്ക് റെഡിയാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളതേപോലെ തന്നെ ലഹു കി ദോറെങ്കിലും ഉണ്ട്, അക്ഷയ് കുമാറിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു. അക്ഷയ് കുമാർ അന്ന് അതൊക്കെ കുറച്ച് പഴയ മൂവിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് ജുഹു ബീച്ചിൽ അക്ഷയ് കുമാർ രാവിലെ ഇതേപോലെ തന്നെ 5 മണിയാകുമ്പോൾ റെഡിയാ അവിടെ. പുള്ളി 4 മണിക്ക് എന്തുകൊണ്ടല്ലേ 4 മണിക്ക് അയാളൊക്കെ പറഞ്ഞാൽ ഫിസിക്കൽ മീൻസ് പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. രൺവീർ സിംഗിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ ദുരന്തർ എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ അതൊക്കെ കാണാൻ പറയാം. അങ്ങനെയുള്ള സാധനങ്ങൾ പറയാം. അവരൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പം നമ്മൾ ഉറുമിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ ഇവരൊക്കെ പറഞ്ഞാൽ വലിയ താല്പര്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സന്തോഷം നമ്മളെ മുഴുവൻ പക്ഷെ ഇവര് പോയിട്ടാണ്. ഞാനൊക്കെ അന്ന് യൂറോപ്പിൽ മാർഷൽ ആർട്ട് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ അതൊക്കെ ഓരോ ആർട്ടിസ്റ്റ് ചിലവർക്ക് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും എല്ലാവർക്കും ഉണ്ട്. മമ്മൂക്കൊക്കെ ആദ്യം നന്നായിട്ടെല്ലാം ചെയ്യുന്നത്. ഇപ്പം പിന്നെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അത് പക്ഷെ എന്നാലും മമ്മൂക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതൊരു വേറെയാണ്. കാരണം അവരുടെ ആ ഒരു ഫിസിക്കൽ ബോഡി, ആ ഒരു ബോഡി ലാംഗ്വേജ് വരെ അതിൽ നിന്നിട്ട് സംസാരിക്കും. ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അത് വേറെയാണ്. ഓരോ ആളുകൾ ലാസാർക്ക് പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ ആണ്, കുഴപ്പമില്ല. ഇങ്ങനെ ആ ഫിലിം ഫീൽഡിൽ പറഞ്ഞ ഓരോ ആളുകൾക്കും അവർ ഇതിനായിട്ടില്ലേ. പിന്നെ മാർഷ്യൽ ആർട്ട് ഇപ്പോൾ ജാക്കി ചാൻ അതൊക്കെ വേറെ ആൾക്കാർ. പിന്നെ ആ ഒരു ക്യാരക്ടറൊക്കെ വേറെയാണ്. ഈ ഫിലിം ഫീൽഡ് മാറ്റി നിർത്തി കഴിഞ്ഞാലും ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ശരിക്കും സാറിനുണ്ട്. നമ്മൾ പുട്ടിൻ്റെ മുന്നിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ജയശങ്കർ സാറായിട്ടുള്ള ഒരു അനുഭവം, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യോ? പുട്ടിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ പുട്ടിൻ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂഡോ പ്രാക്ടീസ് ചെയ്യുന്നവർ, അദ്ദേഹത്തിന് മാർഷ്യൽ ആർട്ട് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ തന്നെ വേറെയാണ്. അത് വേറെയാണ്. അപ്പോൾ അദ്ദേഹം മീൻസ് പറഞ്ഞാൽ ഇപ്പോൾ അല്ല, മീൻസ് പറഞ്ഞാൽ കുറച്ച് വർഷം മുന്നേ 10-20 വർഷം മുന്നേ ആയിപ്പോൾ പുട്ടിൻ ആ ടൈമിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ KR നാരായൺ സാറുള്ള ടൈമിലാണ്. അന്ന് ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ പുട്ടിൻ ആദ്യം പറഞ്ഞൊരു സാധനമാണ് എനിക്ക് കളരിപ്പയറ്റ് കാണണം. സോ അവരെന്താ പറയുക, അതെല്ലാം മനസ്സിലാക്കിയ വ്യക്തി അയാളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇതാണ്. അപ്പം മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ് എനിക്ക് കളരിപ്പയറ്റ് കാണണമെന്ന്. അങ്ങനെയാണ് നമ്മളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലേക്ക് വിളിക്കുന്നത്. അവിടെ അശോക് ഹോളിൽ വെച്ചിട്ട് പുട്ടിനും നാരായൺ സാർ, കാരണം പുട്ടിൻ്റെ മുമ്പിലൊന്നും ഒരാൾക്കും ഈ ആയുധമൊന്നും എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടൈറ്റ് സെക്യൂരിറ്റിയാണ്. കാരണം അവരുടേതായ സ്വന്തം ഇഷ്ടം കൊണ്ട് മാത്രം. കാരണം പിന്നെ നാരായൺ സാറാണ്, പിന്നെ ഇവർക്കൊക്കെ കളരിപ്പയറ്റ് എന്താണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് അവിടെ വെച്ചിട്ട് അത്രയും മുന്നിൽ വെച്ചിട്ട്, കാരണം എവിടെയൊന്നും വെച്ച് കാണുകയല്ല, അശോക് ഹോളിൽ വെച്ചിട്ട് നേരെ മുന്നിൽ ഇരുന്നിട്ടാണ് കാണുന്നത് എല്ലാ വെപ്പൺസിൻ്റെതും. വെപ്പൺസ് എടുക്കാൻ പറ്റില്ല അവിടെ. മീൻസ് പറഞ്ഞെങ്കിൽ പ്രൊട്ടക്ഷൻ സൈഡിലെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞു. അതൊന്നും പറ്റൂല. ലോകത്തിലെ ഏറ്റവും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളത് അയാളെ പോലെ വേറെ ആരുണ്ട്. അപ്പോൾ അയാൾ അപ്പം പറഞ്ഞു ഇത് കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ കളറിപ്പായിട്ട് കണ്ടു. അതിനുശേഷം അയാൾ കുറേ സംസാരിച്ചു, കാര്യങ്ങളെ പറ്റി അയാൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ 20 പേരെ മോസ്കോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു.
സാർ പോയോ? അത് കഴിഞ്ഞാൽ പോയിട്ടുണ്ട്. ഞാൻ പോയില്ലായിരുന്നു, നമ്മളിവിടെ ടീമെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. 20 പേര് ഇവിടുന്ന് മോസ്കോയിലേക്ക് പോയി. അതാ അവർക്ക് അത്രയും താല്പര്യം അവിടെ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ള പല ആളുകളുടെ എക്സ്പീരിയൻസ്. പിന്നെ ജയശങ്കർ സാറൊക്കെ പറഞ്ഞു, ജയശങ്കർ സാർ അന്ന് മിനിസ്ട്രിയിലില്ല, അന്ന് ചൈനയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബാസിഡർ ആയിരുന്നു. അപ്പോൾ ജയശങ്കർ സാറാണ് നമുക്ക് അന്ന് ഷാവ്ലിൻ ടെമ്പിളിൽ നമ്മുടെ ഇതെല്ലാം ഇതാക്കുന്നത്. ജയശങ്കർ സാറിൻ്റെ ഒപ്പമാണ് നമ്മൾ ഷാവ്ലിൻ ടെമ്പിളിൽ പോണത്. അവിടെ പോയി നമ്മൾ ടീം പറഞ്ഞു, ഞാൻ പോയില്ല, ബ്രദർ അനിൽ ഗുരുക്കളും നമ്മൾ ടീം ഗോപൻ ഗുരുക്കളും എല്ലാം കൂടിയാണ് പോയത്. ഞാൻ ടീമായിട്ട് പോയത്. ജയശങ്കർ സാറാണ് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ കണ്ടു, അവിടെ ചെയ്യിച്ചു, അവിടെ വർക്ക്ഷോപ്പ് അവർക്ക് വേണ്ടി ചെയ്ത് ഷോസ് ചെയ്തു. ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് വന്നത്. ജയശങ്കർ സാറിനൊക്കെ നല്ല മീൻസ് നമ്മളെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പലവരും ചെയ്യുന്നുണ്ട്. അങ്ങനെയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയശങ്കർ സാറൊക്കെ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്. പിന്നെ നമ്മളിപ്പോൾ ഇതിലൊക്കെ നമ്മൾ കാണുക സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് അന്ന് നമുക്ക് നന്നായിട്ട് ആ സമയത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ആളുകൾ കുറേ സെലിബ്രിറ്റീസ് പലവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കളരി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ മൂവീസിലും എല്ലായിടത്തും കേട്ടിട്ടുണ്ട് ഒരു ഓയിൽ യൂസ് ചെയ്യുന്നതായിട്ട്. എന്താണ് ഈ ഓയിലിൻ്റെ ഇമ്പോർട്ടൻസ്? ഇല്ല, കളരിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. അതെന്താ പറയുന്നത്, ഒന്ന് ഫ്ലെക്സിബിലിറ്റി, 2 ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പറഞ്ഞാൽ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കൂല. ആ ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി ഇത് നല്ലതാണ്. ഓക്കെ. പിന്നെ നമ്മൾ കളരിയിൽ എന്ന് പറഞ്ഞാൽ ഒഴിച്ചിൽ സമ്പ്രദായമുണ്ട്, കച്ച തിരുമ്പ് എന്ന് പറയും. കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ചില ആളുകളുടെ ശരീരത്തിന് പ്രത്യേകമായിട്ടുള്ള ഓയിൽ തന്നെയുണ്ട്. കളരിയിൽ അങ്ങനെയാണ്. നാഡീതൈലങ്ങളും മുക്കൂട്ടുകളും അല്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്, ഇതിൻ്റേതായ കുറേ എണ്ണകളുണ്ട്. അത് നമ്മളിപ്പോൾ എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ഫ്ലെക്സിബിലിറ്റി എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ സാധാരണ ഒരു നോർമൽ ബോഡിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എള്ളെണ്ണ ഉപയോഗിച്ചാൽ മതി. അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെക്സിബിലിറ്റി മെയിൻ, രണ്ടാമത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞെങ്കിൽ കൈപ്പോരിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞാൽ വെറും കൈ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് പിടുത്തം കിട്ടാതിരിക്കാനും അങ്ങനെ അതിൽ കുറേ ഭാഗങ്ങളുണ്ട്. അതിനൊക്കെ നല്ല, കാരണം പിടുത്തം കൊടുക്കാതെ ഒഴിഞ്ഞു മാറാനൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല. അല്ലാത്ത രീതിയിൽ ഒരു കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും എണ്ണ തേക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആയി. നമ്മൾ ആ സമയത്ത് തന്നെ എന്താ പറയുക, ഇതിൽ വേറെ ഒരു സയൻറ്റിഫിക് വശം എന്ന് പറഞ്ഞാൽ ആ സമയം തന്നെ നമ്മൾ ഈ ബോഡിയിൽ സ്പിയർ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ സമയം തന്നെ തടവിയും ഒഴിഞ്ഞും ഒക്കെ പഠിക്കുകയാണ്. ഈ കുട്ടി ചെറുപ്രായത്തിൽ തന്നെ കളരിയുടെ നമ്മളൊരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പേ നമുക്ക് ചെറിയ കാരണം പറ്റുമ്പോൾ അല്ലെങ്കിൽ വീഴ്ച പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അതൊക്കെ അവരെ കൊണ്ട് തന്നെ തടവാൻ മീൻസ് പറഞ്ഞാൽ ഒഴിയാൻ വേണ്ടി നമ്മൾ ഇതിൽ പഠിപ്പിക്കലും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു സയൻറ്റിഫിക് വശങ്ങളും കൂടിയുണ്ട്. ഇത് ചെയ്ത് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ എണ്ണ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഭാഗത്തുമായിട്ട് അത് അങ്ങനെ തന്നെ ആയിട്ടുള്ളത്. അത് ഒഴിച്ചൽ പഠിക്കാനും കൂടി അതിനൊരു ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ പറ്റി അവരോട് തന്നെ തടവാൻ പറയും, എന്നെ എടുത്ത് തടവുക എന്ന് പറഞ്ഞാൽ അവർ തന്നെ ചെയ്യും. അങ്ങനെ തന്നെ അവർ ആ ഒരു ക്യൂരിറ്റീവ് സൈഡും കൂടി അവർ അതിൽ നിന്ന് പഠിച്ചു വരുന്നത്. ഓക്കെ. ആക്ച്വലി വൈസപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നമ്മളൊരു ബിസിനസ് പോഡ്കാസ്റ്റാണ്. നമ്മൾ ഫൗണ്ടേഴ്സുമായിട്ടാണ് അധികം പോഡ്കാസ്റ്റുകൾ ചെയ്യാറുള്ളത്. സോ നമ്മളിപ്പം പറയാം, ബിസിനസ്സുകാരെന്ന് പറയുന്നത് ആക്ച്വലി ഫൈറ്റേഴ്സ് ആണെന്നാണ്. അവരുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അവരുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ ഒക്കെ കൊടുക്കുന്ന ഒരാളുകളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കളരി മൈൻഡ് സെറ്റ് ഉണ്ടാകേണ്ടത് എത്രത്തോളം പ്രധാനമാണ് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് കൂടാനും അല്ലെങ്കിൽ ബിസിനസ്സിലെ പ്രൊഡക്ടിവിറ്റി കൂടാനൊക്കെ ശരിക്കും ഒരു കളരി മൈൻഡ് സെറ്റ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുക? കളരി മൈൻഡ് സെറ്റ് വേറെ നമ്മളിത് ഇങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ മൈൻഡിനും ബോഡിക്കും എല്ലാം നല്ലതാണ്. കാരണം നമുക്കൊരു പറഞ്ഞല്ലോ, നമുക്കൊരു ഏകാഗ്രത കിട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തിലും ഫേസ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് വരും, ഒരു കരുത്ത് നമുക്ക്. അതാണ് ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ആർട്ട് ഫോം പഠിച്ചു കഴിഞ്ഞാൽ കളരിപ്പയറ്റൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി 2 രീതികളിലും നല്ലതാണ്. ആ രീതിയിലാണ് കളരിയിലുള്ള ഒരു പ്രാക്ടീസ് ഒക്കെ പറയാൻ. നമ്മൾ ചിലതിൽ പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ സൈഡ് മാത്രമേ കിട്ടും. നമ്മൾ ചില എന്തെങ്കിലും സ്പോർട്സ് ഫീൽഡോ ആക്ടിവിറ്റിയിലൊക്കെ പോയാൽ അതല്ല, ഇതിൽ 2ഉം പഠിപ്പിക്കുന്നുണ്ട്. 2എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ളൊരു എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലും ബിസിനസ് ഫീൽഡായാലും ഏത് ഫീൽഡിലായാലും നമുക്ക് നല്ലതാണെന്നാണ് പറഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ളവർ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ അഡ്വാൻറ്റേജ് അവർക്ക് എന്തായാലും ഉണ്ടാവും. അങ്ങനെ കുറേ ആളുകൾ അതിൻ്റെ ബിസിനസ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കുറേ ആളുകൾ കളരിയിൽ പ്രാക്ടീസ്. ഞാൻ പറഞ്ഞ ഒരു ഏജ് ലിമിറ്റില്ല, കുറേ ഇങ്ങനെയുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ ഉണ്ട്. യങ്സ്റ്റേഴ്സും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്.
അതെ. അത് എപ്പോഴും നല്ലതാണ്. അവർക്ക് എവിടെയായാലും അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. എവിടെ നിന്നായാലും എന്തെങ്കിലും ഇതേപോലെയുള്ള ആക്ടിവിറ്റീസിൽ നല്ല ഇല്ലാണ്ടെങ്കിൽ വല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കായാലും നമ്മളൊരു പെട്ടെന്ന് ഒന്നുമില്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു എബവ് 50 ഒക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു യോഗ പോലത്തെ പ്രാക്ടീസ് ചെയ്താലെങ്കിലും നല്ലതാണ്. കളരിപ്പയറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടിയുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ നമുക്ക് മസ്കുലറൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ കുറച്ച് കുറവാണ്. ഇതന്നെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, മൈൻഡും ഇത് കിട്ടും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി സ്ട്രോങ് ആവും. രണ്ട് രീതിയിലും സ്ട്രോങ് ആവുന്ന ഒരു സാധനമാണ് കളരിപ്പയറ്റ്. പിന്നെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇഞ്ചുറീസ് വരുന്നോ മറ്റൊന്നും പേടിക്കാനില്ല. അത് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരെണ്ണം പേടിക്കണം. നമ്മൾ ആയുധം എടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ അതൊക്കെ വേറെ പഠിപ്പിക്കുന്ന രീതിയെ അങ്ങനെയാണ്. നോർമലി ജിം ഗോയിങ് ആൾക്കാരൊക്കെ പ്യുവർ ഡയറ്റ് ഫോളോ ചെയ്യുമല്ലോ, അതിൽ സപ്ലിമെന്റ്സ് വരുന്നുണ്ട്, പ്രോട്ടീൻ അത് ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ കളരി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ സ്ട്രിക്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റും ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാര്യങ്ങൾ? ഇല്ല, നമ്മൾ ഇവിടെ പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ കേരളയിലാണ് കളരിപ്പയറ്റിൻ്റെ ഉത്ഭവം. നമ്മൾ സീഷോറാണ്. അതെ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ഒന്നും അല്ല, നമ്മൾ നോൺ വെജിറ്റേറിയൻ. നമ്മൾ മിക്കവാറും നിങ്ങൾ സീ ഫുഡ്, നമ്മൾ ഫിഷും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളുകളാണ്. ജാപ്പനീസ് ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ആ രീതികളിൽ അത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ദോഷമില്ല. ആ രീതിയിലുള്ള ഫുഡ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, സമയത്ത് ആഹാരം കഴിക്കുക, സമയത്ത് വെള്ളം കഴിക്കുക. നമ്മൾ ഓരോ വരുന്ന പല ആളുകളുടെ ശരീരപ്രകൃതം പലതരത്തിലുണ്ട്. അവർക്ക് മാത്രം നമ്മൾ ഡയറ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. ഇന്ന രീതിയിലുള്ള ഫോളോ ചെയ്യണം, ഇന്നത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയും. കളരി പഠിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ആയിരിക്കണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പണ്ട് കാലം മുതൽക്കേ കളരിപ്പയറ്റ് പഠിക്കുന്ന ആൾക്കാരൊക്കെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എല്ലാം കഴിക്കുന്ന ആൾക്കാരാണ്. അത് ആ രീതിയിലൊന്നും എവിടെയോ എഴുതി വെച്ചിട്ട് കാര്യങ്ങൾ പറയണമൊന്നുമില്ല. ഇതിന് കളരി പഠിക്കുന്ന ആൾക്കാർ നമ്മളിപ്പോൾ കളരി, അതേപോലെ തന്നെ കളരിപ്പയറ്റ് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നൊരു റിലീജിയൻ്റെ ബേസോ കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കളരി എന്ന് പറഞ്ഞാൽ പഴയ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ആ രീതിയാണ്, അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന സ്പിരിച്വൽ. പക്ഷേ ഇവിടെ നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള എല്ലാ ജാതിയിലും മതത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. ഇവരോട് നമ്മൾ ഒറ്റ കാര്യം പറയാം, ദൈവത്തിന് പ്രാർത്ഥിക്കണം. ദൈവവിശ്വാസം നല്ലതാണ്, അത് ഏത് ദൈവമായാലും. അത് ഇതിന് വേണ്ടിയിട്ട്, അല്ലാതെ നമ്മളത് വേറെ രീതികളിൽ കൊണ്ടുപോകാതെ ദൈവവിശ്വാസം നിങ്ങൾക്ക് നല്ലതാണ്. കാരണം നമ്മളൊരു കളരിന്റെ ഗോഡ് ഏതാണ്? ആക്ച്വലി കളരിക്കായിട്ടൊരു കളരി ദേവത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവശക്തിയാണ് കളരിയിലെ സങ്കല്പം. അതാണ് സൗത്ത് വെസ്റ്റ് കോർണറിലുള്ളത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവനും ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദേവതകളുടെ ശക്തിയായിട്ടാണ് പറയുന്നത്. അത് പറഞ്ഞാൽ ഒരു 7 സ്റ്റെപ്പ് 7 ലെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദേവതകൾക്കും അതിൻ്റെ മേലെയാണ് ശിവന്റെ സ്ഥാനം. ശിവശക്തി സങ്കല്പമാണ്. അത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് കളരിയിൽ ഉണ്ടാവുക. അത് ബ്രഹ്മി, മഹേശ്വരി, വാരാഹി, കൗമാരി, ഇന്ദ്രാണി, ചാമുണ്ഡി, വൈഷ്ണവി, ഇങ്ങനെയുള്ള 7 ദേവതകളുടെ മേലെ ടോപ്പ് ശിവൻ. ഇതാണ് കളരിയിലെ സങ്കല്പം. പക്ഷെ ആർക്കും ഏത് ദൈവത്തിനെയും പ്രാർത്ഥിച്ചിട്ട് കളരിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കളരിയുടെ മീൻസ് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് പറയുന്ന രീതികൾ അങ്ങനെയാണ് കളരിയിലുള്ളത്. കളരി ആ കാലം മുതൽ തന്നെ ഉള്ള, നമ്മൾ പറഞ്ഞ കളരിയെ പറ്റിയിട്ട് പറഞ്ഞെങ്കിൽ അത് 4th സെഞ്ചുറിയാണ് കളരിയുടെ ഉത്ഭവം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൽ പറഞ്ഞ ലെജൻഡറി സൈഡാണ് പരശുരാമൻ്റെ കാര്യങ്ങളും എല്ലാം പറയുന്നത്. അത് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ധനുർവേദ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ വരെ കളരിപ്പയറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സാർ, അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം സിനിമകളിലോ അല്ലെങ്കിൽ വായ്ത്താരിയായിട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ശരിക്കും കരാട്ട കളരി നിന്ന് ഉത്ഭവിച്ചതാണ്. ബോധിധർമ്മൻ കളരിയുടെ റെഫറൻസ് കൊണ്ട് ആണ് ശരിക്കും ചൈനയിൽ ഷാവലിനും കുംഫും കരാട്ടയൊക്കെ കൊണ്ടുവന്ന എന്നുള്ളത് രീതിയിലൊക്കെ നമ്മൾ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ ഒരു വാസ്തവം അത് സത്യാവസ്ഥ തന്നെയാണ്. ബോധിധർമ്മൻ എന്ന് പറഞ്ഞാൽ ബുദ്ധ സന്യാസിയെ പറ്റി നമുക്ക് ഇവിടെ നോക്കിയാൽ ചരിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചൈനയിൽ പോയിട്ട് വേറെ ഒന്നും നോക്കണ്ട, ഇപ്പം നിങ്ങൾ ഷാവലിൻ ടെമ്പിളിൽ പോവുക, അവിടെ പോയിട്ടുണ്ടെങ്കിൽ ബോധിധർമ്മന്റെ വലിയ സ്റ്റാച്യൂയും കാണാം. അവിടെ തന്നെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, മീൻസ് പറഞ്ഞാൽ ഇത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന മാർഷൽ ആർട്ടാണ്. ബോധിധർമ്മൻ എന്ന് പറഞ്ഞാൽ ബുദ്ധ സന്യാസി കൊണ്ടുവന്നതാണ്. നമ്മൾ അവിടെ ഷാവലിൻ ടെമ്പിളിൽ ക്ലാസ് കൊടുത്തതാണ്, കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ വെച്ചിട്ട് യൂറോപ്പിൽ തിയേറ്റർ ഷോസ് ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ പറഞ്ഞപ്പോൾ കോവിഡിന് മുന്നേ ആയിട്ട് ഒരു 10 മീൻസ് പറഞ്ഞെങ്കിൽ ഒരു വർഷം അടുപ്പിച്ചിട്ട് യൂറോപ്പിൽ തിയേറ്റർ ഷോസ് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 600 സ്റ്റേജ് ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഓൾ ഓവർ യൂറോപ്പ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ വർഷവും ഒരു 6 മാസം നമ്മുടെ ടീം 10 മെമ്പേഴ്സ് ടീം, കളറിൻ്റെ 10 മെമ്പേഴ്സ് ടീം, ഷാവലിൻ്റെ ഇതുമായിട്ട് വെച്ചിട്ട് നമ്മൾ ഷോസ്. കാരണം ഇതെല്ലാം മാർഷൽ ആർട്ടിന്റെ ഒറിജിൻ ഉത്ഭവം പറഞ്ഞുകൊണ്ട് ദ ഹോളി മൗണ്ടൻ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ട്. സോ മാസ്റ്റർ ഓഫ് ഷാവലിൻ കുംഫു എന്ന് പറഞ്ഞാൽ ശരിക്കും ബോധിധർമ്മയാണോ? ബോധിധർമ്മൻ. അത് ലോകം അംഗീകരിച്ചു. മീൻസ് പറഞ്ഞാൽ അവരെ ചൈന അംഗീകരിച്ച, ഷാവലിൻ മീൻസ് മങ്സ് അംഗീകരിച്ച സാധനമാണ്. അതിനൊന്നും വേറെ തർക്കങ്ങളില്ല. ഇവിടെ എല്ലാ ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളേ ഉള്ളൂ. അത് ലോകം അംഗീകരിച്ച സാധനമാണ്. അത് ഇതിൽ നിന്ന് വന്നതാണ്. ഞാൻ ഇവിടെ പറയല്ല, ഷാവലിൻ ടെമ്പിളാണ് ചൈനയിലെ കുംഫുവിന്റെ പ്രധാന സ്ഥാനം. ഞാൻ പറഞ്ഞല്ലോ ശങ്കർ സാറിൻ്റെ ഒപ്പം പോയ കാര്യങ്ങൾ അവിടെ ചെയ്തു നോക്കി. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ വേറെ ആരോടും ചോദിക്കണ്ട.
ഓക്കെ. അവർ അംഗീകരിച്ച കാര്യങ്ങളാണ്. അവർക്ക് ബുദ്ധമതം എവിടുന്ന് വന്നു, അതെ. എന്നിട്ടെല്ലാം മറ്റേലേക്കൊക്കെ പോകേണ്ടതൊക്കെ ഉള്ളൂ. അതൊക്കെ നമ്മൾ ഒരു ലെജൻഡറി സൈഡിലെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിന് വേറെ ഒന്നുമില്ല. അതൊക്കെ ലോകം അംഗീകരിച്ച സാധനമാണ്. എവിടെയുള്ള ആളുകൾക്കും അതിനെപ്പറ്റി അറിയാം. പക്ഷേ നമ്മളെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എവ്രി ഡേ മർമ്മ ചികിത്സ ടിപ്പ് എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? ഇല്ല, മർമ്മ ടിപ്പായില്ല. നമ്മൾ എന്തെങ്കിലും ഞാൻ പറയാന്ന് പറഞ്ഞാൽ മർമ്മ എന്ന് ഇപ്പൊ ഒരു പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഹെഡ് ഏക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പെയിൻ റിലീഫ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ടിപ്സ് പെട്ടെന്ന് പെയിൻ റിലീഫിനൊക്കെ പറയുന്നത് നമുക്ക് സാധാരണ ഒരു ഹെഡ് ഏക്ക് ആണ്. സ്ട്രെസ് ഒക്കെ വന്നിട്ടുള്ള ഹെഡ് ഏക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറഞ്ഞ കൈയിൻ്റെ ഉള്ളൻ കയ്യിൽ തന്നെ നമുക്ക് ഈ ഒരു വിരലിൻ്റെ ഈ ഭാഗമുണ്ട്. ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുള്ള മർമ്മസ്ഥാനങ്ങളിൽ ജസ്റ്റ് ഒന്ന് മെല്ലെ പ്രസ് ചെയ്തിട്ട് ഒരു നോർമൽ പ്രഷർ നമ്മൾ തമ്പ് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു നോർമൽ പ്രഷറിൽ വെച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ മെൻ്റലി ഉള്ള സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഈ ഭാഗത്ത് നമ്മൾ കുറേ മർമ്മങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞത് വെസൽ ബേസ് ചെയ്തിട്ടുള്ളൊരു മർമ്മമാണ്. ആ മർമ്മത്തിൽ പറഞ്ഞാൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തമ്പിൻ്റെ ബേസ് ജോയിൻറ്റിൽ ഇവിടെ ആയിട്ടാണ്. ഈ മർമ്മത്തിലൊക്കെ നമ്മൾ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കൊരു മൊത്തം ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് കുറേ മർമ്മങ്ങളുണ്ട്. ഇപ്പം കുറേ കാര്യങ്ങളായിട്ട്. സാർ ശരിക്കും എത്ര വർഷം ട്രെയിൻ ചെയ്തു? ഞാൻ പറഞ്ഞല്ലോ 5ാമത്തെ വയസ്സിലാണ് നമ്മൾ ദക്ഷിണ കൊടുത്തിട്ട് കയറിയത്. എനിക്കിപ്പോൾ 57 കഴിഞ്ഞ് 58 ഉള്ളത്. 58 വയസ്സ് 50 വയസ്സിന് മുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രാക്ടീസ്. അപ്പോൾ ഈ 18 അടവുകളൊക്കെ 18 അടവ് ഞാൻ പറഞ്ഞല്ലോ. ഈ 18 അടവ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കും അടവുകളുടെ വ്യത്യാസങ്ങളുണ്ട്. എല്ലാം പറയുന്ന പോലെയല്ല. 18 അടവ് എന്ന് പറഞ്ഞില്ല അങ്ങനെയുള്ള നമ്മൾ ഈ സിനിമയിൽ നമ്മൾ സിനിമയിൽ പറയുന്നതും സിനിമയിലെ കളറിപ്പേറ്റും ഒക്കെ വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നതും പ്രയോഗിക്കുന്നതും ഒക്കെ അതെല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ. സാർ ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അഭ്യാസം ഏതാണ്? ശരിക്കും നമ്മൾ സിനിമയിൽ കേൾക്കാറുണ്ട്, പല സിനിമകളിലും കേട്ടിട്ടുണ്ട്. പൂഴിക്കടകനാണ് അവസാനത്തെ. പൂഴിക്കടകൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞെങ്കിൽ ഒരു മോബ് ഫൈറ്റ്, കുറേ ആളുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അത് പൂഴിക്കടകൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ കുറേ ഫൂട്ട് മൂവ്മെന്റ് ഉണ്ടായാലും നമ്മളിപ്പോൾ ആയുധം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ആയുധങ്ങളിൽ തന്നെ പൂഴിക്കടകൻ നമുക്ക് ചെയ്യാം. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയം നമ്മളിപ്പോൾ വടക്കൻ വീരാളൊക്കെ നമ്മൾ പരിചയം എടുത്തിട്ട് മണ്ണ് എറിഞ്ഞിട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ ഫൂട്ട് മൂവ്മെൻറ്റിൽ കാരണം കുറേ ആളുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. നമുക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ രക്ഷ നേടാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണ് ഈ പൂഴിക്കടന്ന് നമ്മൾ അങ്ങനെയുള്ള അത് ആ ഒരു സ്ഥലങ്ങളിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പൂഴിക്കടന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു അംഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ചെയ്യുന്ന സ്ഥലം അതിന് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. പൂഴി പ്രോപ്പറായിട്ട് ഉണ്ടാവുന്ന സ്ഥലമായിരിക്കണം. അവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നമുക്ക് ഒന്ന് പരിചയയിലൂടെ പറഞ്ഞ് എറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറുമി കണ്ടല്ലോ. ഉറുമി എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയോഗിച്ചിട്ട് പറഞ്ഞാൽ നിലത്തടിച്ചിട്ട് പറഞ്ഞാൽ മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റാത്തൊരു രീതികളിലേക്കാണ്. അതിൻ്റെ വേഗത്തിൽ അടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റാത്ത രീതികളിൽ. അപ്പോഴെന്ന് പറഞ്ഞാൽ അത് ഈ പൂഴിക്കട എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അതിൽ തന്നെ പറഞ്ഞാൽ മറ്റേത് പറഞ്ഞാൽ പരിചയത്തിൽ നമ്മൾ പറഞ്ഞാൽ പ്രതിയോഗിയുടെ കണ്ണിലേക്ക് വാരി എറിഞ്ഞുകൊണ്ട്, കാരണം അത് എറിയുന്ന രീതികളൊക്കെ ഉണ്ട്. പരിചയം എടുത്തിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ചുഴറ്റി എറിയുന്ന രീതി. അതിപ്പോൾ ആളുകളുള്ളതിന് അനുസരിച്ചിട്ട് ഏത് ഭാഗത്താണ് അതിനനുസരിച്ച് ചുഴറ്റി എറിഞ്ഞുകൊണ്ട് കണ്ണിലേക്ക് ആക്കിയിട്ട് നമ്മൾ പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുന്ന രീതി. അതാണ് പൂഴിക്കട എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ളത് പറഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ആയുധമൊന്നുമില്ല, പരിചയവുമില്ല, ഉറുമിയുമില്ല, അല്ലെങ്കിൽ ആയുധങ്ങൾ ഇല്ലാണ്ടെങ്കിലും അത് നമ്മൾ ചുവട് വല്ലാതെ മൂവ് ചെയ്തിട്ട് അത് വട്ടച്ചുവട് കൂട്ടച്ചുവട് പറഞ്ഞ കുറേ ചുവടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വേഗത്തിൽ ആക്കിയിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് പൊടിപടലങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതിയോഗിക്ക് കാണാൻ പറ്റാത്ത രീതിയാക്കും. അതും പൂഴിക്കടകൻ എന്ന് പറഞ്ഞുള്ള പ്രയോഗമാണ്. അത് പൂഴിക്കടകം പല തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് പല തരത്തിലായിട്ട് പറയുന്നുണ്ട്. ഇന്ന രീതികൾ എന്നുള്ള രീതികളിൽ പറയുന്നത്. CVN കളരി ശരിക്കും ഇവിടെ അല്ലാതെ ഏതൊക്കെ സ്ഥലങ്ങൾ? CVN കളരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ ട്രിവാൻഡ്രത്ത് CVN കളരി, അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കളരികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീൻസ് ആ കാലത്ത് പഠിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തെ ഗോവിന്ദക്കുട്ടി ഗുരുക്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ള കുറച്ച് പേർക്ക് CVN കളരി നടത്താനുള്ള കുറച്ച് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ പേര് CVNൻ്റെ ഈ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഈ പേര് ഉപയോഗിക്കുക, അച്ഛൻ്റെ ഫോട്ടോ ഉപയോഗിക്കുക, നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസ് ഉപയോഗിക്കുക, ഇതൊക്കെ അവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് ഇതിൻ്റെ ബ്രാഞ്ചാണ് പറയുന്നത് കുറേ ആളുകൾ ഇപ്പോൾ ഉണ്ട്.
ഇപ്പം നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള CVM നമുക്ക് ട്രിവാൻഡ്രം ഉണ്ട്, കോട്ടയം ഉണ്ട്, അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാലിക്കറ്റ് ഉണ്ട്. കാലിക്കറ്റിൻ്റെ ചില സ്ഥലങ്ങളിൽ ഇവിടെ പഠിച്ച ആളുകൾക്ക് നടത്താനുള്ള പെർമിഷൻ കൊടുത്തതുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമുക്ക് കുറച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. ഇത് അല്ലാത്ത രീതികളിൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വെറുതെ ഒരു പീഡിയൊക്കെ വെച്ചിട്ട് പറയുന്നത് CVN കളരി ചികിത്സാ കേന്ദ്രം. ആൾക്കാർക്ക് പയറ്റൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കളരിയുടെ മുന്നിൽ കൂടെ പോണ ആൾക്കാർ വരെ കളരിയും ചികിത്സാ കേന്ദ്രവും തുടങ്ങിയ കാലമായി മാറിയിട്ടുണ്ട്. അതിൽ പലവരും എന്ന് പറഞ്ഞാൽ ഇത് ഈ പേര് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതൊന്നും ഇവർ ആരും അറിയുന്നില്ല. പെട്ടെന്ന് ഈ പേര് അങ്ങോട്ട് കാണിക്കുക, എൻ്റെ അപ്പോൾ ഇത് പേര് കാണിച്ച ആളുകൾ കയറും എന്നുള്ള രീതികളിൽ പലവരും ഇത് ഉപയോഗിക്കും. നമ്മളിപ്പോൾ കുറേ ഇപ്പോൾ നമുക്കെല്ലാം കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും എല്ലാ സാധനവും എത്രയോ കാലങ്ങളായിട്ടെല്ലാം എടുത്തു വെച്ച സാധനങ്ങളാണ്. നമ്മളൊന്നും മൂവ് ചെയ്യാതെ ഇങ്ങനെ നിന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ മൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നോട്ടീസെല്ലാം പലർക്കും അയച്ചിട്ടുണ്ട്. അയക്കാനുള്ള പരിപാടികളുമായിട്ട് നീങ്ങുകയാണ്. അതില്ലാതെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ പറഞ്ഞാൽ ഇത്രയും കാലം പണ്ട് അച്ഛൻ്റെ ഒക്കെ കാലത്ത് പറഞ്ഞ് അന്നിങ്ങനെ കുറച്ച് ആളുകളൊക്കെ ചികിത്സ കളരികളെന്ന് നടത്തി ഈ പേര് പറഞ്ഞു. പക്ഷെ അന്നൊന്നും വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പിന്നെ എന്തെങ്കിലും, കാരണം ഒന്നും അറിയാത്ത ആളുകൾ ചികിത്സിക്കാൻ നിന്നാലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ചീത്തപ്പേരും ഇതിനാണ് വരിക. ഞാൻ പറഞ്ഞില്ല, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം നമ്മൾ പ്രോപ്പർ അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കണം, ഇങ്ങനെ പോയിട്ട് ചെയ്തോളൂ, കാരണം അല്ലെങ്കിൽ ഇന്ന് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇത് അതൊന്നല്ല, വരുന്ന ആളുകളെ എന്താണെന്ന് വരെ അറിയാതെ ഒരു പ്രോപ്പറായ ഒരു ബോൺ സെറ്റിംഗ് ഒന്നും അറിയാത്ത രീതികളിലൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ഇഞ്ചുറീസ് അതെന്താ മനസ്സിലാവാതെ, അല്ലെങ്കിൽ ഒരു എക്സ്റേയോ സ്കാനിങ് റിപ്പോർട്ടോ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ചികിത്സ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. കളരി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബ്രെത്ത് വർക്ക്, ഒരു യോഗയിലൊക്കെ ഉള്ള പോലെ ഒരു സംതിങ് ഒരു മിനി റിച്വൽ ആയിട്ട് എല്ലാവർക്കും എവറി ഡേ ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാവർക്കും നമ്മൾ കളരിയിലെ ചില നമ്മുടെ പോസ്ചേഴ്സ് പോലത്തെ ഒക്കെ ചിലത് ചെയ്ത് വെച്ചാൽ എപ്പോഴും നല്ലതാണ്. ഞാൻ അതൊന്നും അല്ലാതെ എല്ലാവരോടും പറയാറ് പറഞ്ഞെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാനൊരു സമയമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ ജോയിൻസിനൊക്കെ കുറച്ചൊരു എക്സസൈസ് കൊടുത്താൽ നമ്മളിപ്പോൾ എല്ലാവരും കുറേ IT ഫീൽഡ് അല്ലെങ്കിൽ ഒന്നല്ലാത്ത ആരും മൊബൈലായിട്ട് ഇരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രോബ്ലംസ് ഇപ്പം വരുന്നത് നമ്മൾ ലോവർ ബാക്കിനും കാട്ടിയും വരുന്നത് പറഞ്ഞാൽ നമുക്ക് സെർവിക്കൽ സൈഡ് മീൻസ് ഉണ്ടെങ്കിൽ നെക്ക് ഭാഗത്താണ് കുറേ സ്റ്റിഫ്നെസ്സും പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ഒന്ന് നമ്മളെ കടത്തത്തിൻ്റെ പോസ്ചേഴ്സ് ഒന്ന് കറക്റ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞാൽ സാധാരണ ഒരു പില്ലോസ് ഒക്കെ ആണെങ്കിൽ ചെറിയ പില്ലോ ഉപയോഗിച്ച് ബാക്ക് വെച്ച് കടന്നാൽ കുറേ നല്ലതാണ്. ഒന്നാമത് നമ്മൾ ഇങ്ങനെയുള്ള കുറേ സിസ്റ്റത്തിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വെച്ച് നടക്കുന്നത് നല്ലതാണ്, കിടക്കുന്നത് നല്ലതാണ്, അത് ചെയ്യുക. പിന്നെ കുറച്ച് നെക്ക് റൊട്ടേറ്റിംഗ് എക്സസൈസ് ഒക്കെ കുറേ കൊടുക്കുക കാര്യങ്ങൾ അത് ചെയ്യുക. അതേപോലെ ഷോൾഡേഴ്സ് അല്ലെങ്കിൽ കൈയിൻ്റെ റിസ്റ്റിൻ്റെ ഭാഗം ഇവിടെയൊക്കെ ഉള്ള കുറച്ച് റൊട്ടേഷൻ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. പിന്നെ കുറച്ച് വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് അല്ലാത്ത രീതിയിലുള്ള എക്സസൈസാണ് മെയിനായിട്ട് വേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു നോർമൽ പറഞ്ഞ ഒരു മൈൻഡിന് മാത്രമാണ് നമ്മൾ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് നമ്മളൊരു പ്രാണായാമം പോലെ കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അല്ലാതെ എപ്പോഴും ഇപ്പോൾ മൈൻഡിനും കാട്ടിയും വേണ്ട ബോഡിക്കാണ് നമുക്ക്, ബോഡിയാണ് നമ്മളെല്ലാവരും വീക്കായി കിടക്കുന്നത്. ബോഡി പാർട്ട് എപ്പോഴും വീക്കായി കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ള ജോയിൻസിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് എക്സസൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ടു ഫീറ്റ് ആയിട്ട് കാര്യങ്ങൾ നോർമലി ഹെഡ് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കാരണം ഷോൾഡർ റൊട്ടേഷൻസ് കാര്യങ്ങൾ, അതേപോലെ ഹിപ്പ് ജോയിൻസിൻ്റെ കാരണം കുറച്ച് ബെൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുക. ഫോർവേഡ് ബാക്ക്വേർഡ് കുറച്ച് ബെൻഡ് കാര്യങ്ങളിലെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. അതേപോലെ കാലിൻ്റെ മുട്ട് മടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരിക്കുക എഴുന്നേൽക്കുക എന്നുള്ള ഫീറ്റ് റൊട്ടേഷൻസ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും എല്ലാവരോടും പറഞ്ഞാൽ അങ്ങനെ കുറച്ച് അല്ലാത്ത രീതികളിലൊന്നും ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും. അതിൻ്റെ ഒപ്പം കുറച്ച് നമ്മൾ സാധാരണ എൻ്റെ ഒരു ഫ്രഷ് എയറിൽ കുറച്ച് നല്ല ഡീപ് ബ്രീത്ത് എടുത്താൽ നല്ലതാണ്. ബ്രീത്തിങ് എക്സസൈസ് കുറച്ച് ചെയ്താൽ നല്ല. അതിൽ നമ്മൾ അല്ലാതെ പ്രാണായാമ പോലെ വേറെ രീതികളിലൊന്നും പോണില്ലാണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഇരിക്കുക, സ്പൈന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇരിക്കുക. അപ്പോൾ ഇരുത്തത്തിൻ്റെ പോസ്ചർ കറക്റ്റ് ആക്കുക. ഈവൻ നമ്മൾ താഴെ ഇരിക്കുന്നില്ല അങ്ങനെ തന്നെ നമുക്കിപ്പോൾ ഒരു ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല, അല്ലാത്ത രീതികളിൽ ഇരിക്കാൻ പറ്റുന്നില്ലാണ്ടെങ്കിലും നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ചേഴ്സിലാണ് പ്രോപ്പറായിട്ട് സ്പൈന് നേരെയായിരിക്കണം. എന്നിട്ട് വെച്ചിട്ട് പറയാം നല്ല ഡീപ് ബ്രീത്ത്. നമ്മൾ സാധാരണ നാഭി മൂലേന്ന് വരണം, ഇവിടുന്നേ എടുക്കുക. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, ഇവിടെ തന്നെ ശരിക്കും ഉള്ളിൽ നിന്ന് എടുക്കുക. ഡീപ് ബ്രീത്ത് എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്താൽ തന്നെ നല്ല. അത് എപ്പോഴും നമ്മളൊരു ഫ്രഷ് എയർ, ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും അകത്താണെങ്കിലും ഒരു വിൻഡോ ബേസ് ചെയ്തിട്ടൊക്കെ ഇരിക്കുക. എന്നിട്ട് ഒരു എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല, നമ്മളൊരു ഫ്രഷ് ആവും. മൊത്തം പ്രോപ്പർ എന്താ പറയുക, ഇത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും വേണ്ടിയില്ല, പ്രോപ്പർ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് തന്നെ വലിയൊരു മാറ്റം. സാർ ഇപ്പോൾ പറഞ്ഞു ഒരുപാട് ആളുകൾ പുറത്തുനിന്നും ഇന്ത്യയിൽ നിന്ന് അതർ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് കളരി ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ CVN കളരി നടക്കാവിൽ വന്നിട്ട് കളരി
പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് കോഴ്സുകൾ, ഏതൊക്കെ ടൈമിംഗ് ആണുള്ളത്? കോഴ്സ് ഇല്ല, പുറമേനുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞില്ല, ബേസിക് കോഴ്സ് 1 മന്തിൻ്റെതാണ് കൊടുക്കുന്നത്. അത് മിക്കവാറും സ്പെഷ്യൽ ക്ലാസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവർക്കുള്ളത് പറഞ്ഞെങ്കിൽ അവരുടെ മോർണിംഗ് ടൈമിനനുസരിച്ചാണ്. അവരുടെ ടൈമല്ല, രാവിലെ നമ്മൾ പറഞ്ഞെങ്കിൽ ഒരു 7:30 to 9 ഈവനിങ്ങിൽ പറഞ്ഞാൽ 5 to 7 ആണ് സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ കൊടുക്കുന്നത്. ഓക്കെ. അവർക്ക് ഡെയിലി ഒരു 3 to 4 hours ട്രെയിനിങ് ഉണ്ടാവും. അതിൻ്റെ വരുന്ന പറയുന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് സൺഡേ ഓൾ ദ ഡേയ്സ് നമുക്ക് പറഞ്ഞാൽ മൺഡേ ടു സാറ്റർഡേ ക്ലാസ് ഉണ്ട്. ഓക്കെ. അങ്ങനെയാണ് ക്ലാസ് ഉള്ളത് ഓക്കെ. അവർക്ക് വേണ്ടിയിട്ടുള്ള. റെഗുലർ ക്ലാസ് പറഞ്ഞാൽ ഡെയിലി 1 hour ആണ്. ഇവിടെ സാധാരണ സ്കൂൾ ഗോയിങ് ആയാലും വേണ്ടിയില്ല, അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ് വർക്കോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ള മീൻസുണ്ടെങ്കിൽ വർക്കൊന്നും ഇല്ലാത്ത പറഞ്ഞ സ്ത്രീകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. ആ രാവിലെ തന്നെ വീട്ടിലെ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈവനിങ്ങിൽ അതേപോലെ തന്നെ കഴിഞ്ഞാലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ലേഡീസൊക്കെ കുറേ പേര് വരുന്നുണ്ട്. ഇത് ഫീമെയിലിന് കമ്പയർ ടു മെയിൽ ഒരേപോലെ രണ്ട് പേർക്ക് ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതാ, അല്ലാതെ ചെയ്യുന്നതിന് വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഓക്കെ. അത് ചെയ്യാം. അത് നമ്മൾ ചെയ്തിട്ട് എല്ലാവർക്കും സ്ട്രെങ്ത്തും സ്റ്റാമിനയും ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ. സോ ഓവർ ദ ടൈം ഈ കളരി അഭ്യസിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതായിട്ടാണോ കുറയുന്നതായിട്ടാണോ സാർ, എങ്ങനെയാണ്? നമുക്ക് ഇവിടെയൊക്കെ പറഞ്ഞാൽ കൂടുന്നതായിട്ടാണ് ഉള്ളത്. ഓക്കെ. ചില നമുക്ക് ഒരു റിമോട്ട് ഏരിയയിലൊക്കെ പറഞ്ഞാൽ കുറച്ച് കുറയുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. കാരണം അവിടെയുള്ള ആളുകളൊക്കെ ഒരു ഇത് കഴിഞ്ഞാൽ എല്ലാം സിറ്റിയിലേക്കൊക്കെ വരികയാണ് ജോലി ബേസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ പഠിപ്പിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് ഓരോന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ റൂറൽ ഏരിയയിലൊക്കെ കളരികൾക്കൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ സിറ്റിയിൽ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഇതേ ഉള്ളൂ. കാരണം കളരിയിൽ നമുക്ക് കുറേ പേരെ ഒരു ടൈമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു 15 to 20 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിൽ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു സ്പേസ് ലിമിറ്റ് ഉണ്ടല്ലോ. കാരണം അത് വലുതാക്കാനും പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ആളുകളെ മീൻസുണ്ടെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വലുതാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്പേസ് ലിമിറ്റിൽ പറഞ്ഞെങ്കിൽ ഒരു 15 മുതൽ 20 പേർക്ക് ഒരു കളരിയിൽ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ അതാ പറഞ്ഞാൽ നമ്മളൊരു 5 ബാച്ചാണ് മീൻസ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്നത്, രാവിലെ 2 വൈകിട്ട് 3 ആയിട്ട്. പിന്നെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസിന് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞെങ്കിൽ ഇതിനായിട്ടുള്ള കോച്ചിങ് മീൻസ് പറഞ്ഞെങ്കിൽ 1 മന്തിൻ്റെ പറഞ്ഞ ബേസിക് കോഴ്സും അതേപോലെ 6 മന്തിൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് അതിൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ നമ്മളിവിടെ വന്നപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ ഫാദറിന് സാറും ബ്രദേഴ്സും ഇത് ഇൻഹെറിറ്റ് ചെയ്തു. അവിടെ നിന്ന് അടുത്ത ജനറേഷനിലെ ഏറ്റവും യങ് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ അതേ ഒരു പ്യൂരിറ്റിയോട് കൂടി ഇപ്പോൾ അത് ഏറ്റെടുത്ത് ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ കളരി പഠിക്കാൻ ഇവിടെ വരട്ടെ, ഒരുപാട് ആളുകൾ കളരീനെ പറ്റി അറിയട്ടെ. താങ്ക് യു സോ മച്ച് യുവർ ടൈം. താങ്ക് യു.